മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ വന്ദനങ്ങൾ. ക്ലബ് ഹൗസിലെ ഒരു ചർച്ചയുടെ പേരിൽ ക്രിസ്ത്യൻ യുവത്വത്തിനെ മുഴുവൻ വർഗീയവാദികളാക്കാൻ ജിഹാദികളും ലിബറൽസും മതേതര ക്രിസ്ത്യാനികളും നടത്തിയ വ്യാജ പ്രചരണങ്ങൾക്കുള്ള ഞങ്ങളുടെ മറുപടി വീഡിയോ പരമ്പരയിലെ അവസാനത്തെ വീഡിയോ ആണ് ഇത്. ഖുർആനിലും ഹദീസുകളിലുമുള്ള അന്യമത വിദ്വേഷം നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ചിലർ സംസാരിച്ചപ്പോൾ ഷമീർ മുഹമ്മദ് എന്നൊരാൾ പറഞ്ഞ കമൻ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാനത് വായിക്കാം. ഈ അമുസ്ലിങ്ങളെ കൊല്ലുന്ന ആയത്തൊക്കെ ഫേസ്ബുക്ക് വന്ന ശേഷമാണ് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിംസും അറിഞ്ഞത് തന്നെ. ഞാൻ 8 വർഷം മദ്രസയിൽ പഠിച്ചിട്ട് അറിയാത്ത വിഷയമാണ്. സമസ്ത ദക്ഷിണ സിലബസിൽ അതൊന്നും പഠിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരു മുസ്ലിമും ആരെയെങ്കിലും മറഞ്ഞിരുന്ന് കൊല്ലാൻ ആഹ്വാനവും ചെയ്യുന്നില്ല. സുഡാപ്പികൾ പോലും. പഴയ നിയമവും മനുസ്മൃതിയുമൊക്കെ പ്രാവർത്തികമാക്കാൻ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ നടക്കുന്നുണ്ടോ? ഇതാണ് ഷമീർ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ ചോദിച്ചത്. ഇത്തരം വാദങ്ങൾ മുസ്ലിങ്ങളെക്കാൾ അധികം മുന്നോട്ട് വയ്ക്കാറുള്ളത് എക്സ് മുസ്ലിങ്ങളാണ്. പ്രത്യേകിച്ച് ഇസ്ലാം മതം പരിഷ്കരിക്കപ്പെടണം എന്നാഗ്രഹിച്ച് നടക്കുന്ന എക്സ് മുസ്ലിങ്ങൾ. അവർ പറയുന്നതിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒറ്റ കമൻസ് അല്ല, പലയിടത്തും പലരും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്, വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ അവർ പറയുന്നതിൻ്റെ ആ സാരം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: കേരളത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നൂറ്റാണ്ടുകളായി സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഏകോദര സഹോദരങ്ങളായി കഴിയുന്നവരാണ്. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്ന സംഘികളും സംഘികളുടെ കെണിയിൽ വീണ കുഞ്ഞാടുകളുമാണ് ഇത്തരം ആയത്തുകൾ ഹദീസുകളും ഒക്കെ എടുത്തുകൊണ്ട് വരുന്നത്. ഖുർആനിലെ ഹദീസുകളിലും ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലും ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്കും അറിഞ്ഞുകൂടാ. മദ്രസകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നുമില്ല. അമുസ്ലിങ്ങളെ കൊല്ലാൻ മുസ്ലിങ്ങൾ ശ്രമിക്കുകയോ ആഹ്വാനം നടത്തുകയോ ചെയ്യുന്നില്ല. സമുദായ ധ്രുവീകരണം ഉണ്ടാക്കി നേട്ടം കൊയ്യാൻ നടക്കുന്ന സംഘികളുടെയും അവരുടെ കെണിയിൽ വീണ കുഞ്ഞാടുകളെയും പ്രചരണങ്ങൾ കൊണ്ടാണ് ഇവിടെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് എന്നാണ് അവരുടെ വാദത്തിൻ്റെ സാരം. ഇസ്ലാം ഉപേക്ഷിച്ചെങ്കിലും കൾച്ചറൽ മുസ്ലിങ്ങളായി തുടരുന്ന സ്വത്വബോധവുമായി നടക്കുന്ന എക്സ് മുസ്ലിങ്ങളും പിന്നെ കുറേ മതേതര മണ്ടന്മാരുമാണ് ഈ വാദത്തിൻ്റെ പ്രധാന പ്രചാരകർ. വാസ്തവത്തിൽ കേരള സമൂഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് യാതൊരു പിടിയുമില്ലാത്തവരാണ് ഈ മതേതര മണ്ടന്മാർ. എന്നാൽ എക്സ് മുസ്ലിങ്ങൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കില്ല, സ്വത്വബോധം മൂത്ത് നിൽക്കുന്നത് കൊണ്ടായിരിക്കും ഈ വാദവുമായി വരുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും ഇങ്ങനെ പറയുന്നവരുടെ മുമ്പാകെ ഞാൻ കുറച്ച് ചരിത്രം വിശദീകരിക്കാം. ഇത് 19-ാം നൂറ്റാണ്ടിലെ മലബാർ കളക്ടറും ജില്ലാ ജഡ്ജിയുമായിരുന്ന വില്യം ലോഗൻ എഴുതിയ മലബാർ മാനുവൽ എന്ന കൃതിയുടെ മലയാള പരിഭാഷയാണ് മലബാർ മാനുവൽ. അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ സർക്കാർ ഇന്ത്യ ഗസറ്റീയറും ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള ഓരോ ജില്ലകളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും മറ്റും പ്രതിപാദിക്കുന്ന ജില്ലാ മാനുവലും തയ്യാറാക്കുന്ന ഒരു വിപുലമായ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഈ മലബാറിൻ്റെ മാനുവൽ തയ്യാറാക്കാനുള്ള ചുമതല വില്യം ലോഗനെയാണ് ബ്രിട്ടീഷ് സർക്കാർ ഏൽപ്പിച്ചത്. മലബാർ അന്ന് മദ്രാസ് സംസ്ഥാനത്തിലെ ഒരു ജില്ലയായിരുന്നു. 1887 മലബാർ മാനുവൽ വില്യം ലോഗൻ പ്രസിദ്ധീകരിക്കുന്നത്. 1885 വരെയുള്ള മാപ്പിളമാരുടെ ജിഹാദുകളെക്കുറിച്ച് മലബാർ മാനുവലിൽ വില്യം ലോഗൻ എഴുതിയിട്ടുണ്ട്. വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതിനകത്ത് നമുക്ക് ഈ കാര്യവും കിട്ടും. ഇത് മദ്രാസ് സർക്കാരിന് അത്ര പിടിച്ചില്ല. ഈ മലബാർ ലഹളകളെക്കുറിച്ചൊക്കെ മാപ്പിള ലഹളകളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് മദ്രാസ് സർക്കാരിന് അത്ര പിടിച്ചില്ല. അവർ അദ്ദേഹത്തോട് ഇതൊക്കെ മാറ്റാൻ പറഞ്ഞു. ഈ മാപ്പിള ലഹളയെക്കുറിച്ചുള്ള ഭാഗങ്ങൾ ഇതിൽ നിന്ന് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടെങ്കിലും വില്യം ലോഗൻ അതിന് തയ്യാറായില്ല. അദ്ദേഹം മലബാറിലെ മുസ്ലിങ്ങളുടെ ഈ ജിഹാദുകളെയൊക്കെ കർഷകരുടെ സമരം എന്ന നിലയിലാണ് കണ്ടിരുന്നത്. കർഷക സമരം എന്നുള്ള നിലയിൽ ലഹളകൾക്ക് കാർഷിക പശ്ചാത്തലം ഉണ്ടെന്ന് പറഞ്ഞാണ് അദ്ദേഹം മദ്രാസ് സർക്കാരിൻ്റെ ആവശ്യം നിരാകരിച്ചത്. മാപ്പിളമാരോട് അനുഭാവമുള്ള ഒരാളായിട്ടാണ് വില്യം ലോഗനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മലബാറിലെ കുടിയാന്മാർക്ക് മണ്ണിൽ സ്ഥിരാവകാശം നൽകുന്ന നിയമനിർമ്മാണം അത് ലോഗൻ്റെ സംഭാവനയായിരുന്നു. മാപ്പിള കുടിയാന്മാരെ സഹായിക്കാൻ വേണ്ടിയാണ് ലോഗൻ ഇങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്താൻ ഉത്സാഹിച്ചത്. അതുപോലെ മലബാറിൽ പലയിടത്തും മാപ്പിള സ്കൂളുകൾ തുടങ്ങാൻ നേതൃത്വം നൽകിയ ആളായിരുന്നു വില്യം ലോഗൻ. മിഷണറിമാർക്ക് ആ കാര്യത്തിൽ അദ്ദേഹം വളരെ സഹായം ചെയ്തിരുന്നു. മിഷണറിമാരാണ് പലയിടങ്ങളിലും മാപ്പിള സ്കൂളുകളൊക്കെ തുടങ്ങിയിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ മിഷണറിമാരെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ മാപ്പിളമാരോട് അളവിൽ കവിഞ്ഞ അനുഭാവം കാണിച്ചിരുന്ന വില്യം ലോഗൻ എഴുതിയ മലബാർ മാനുവലിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിക്കാൻ പോകുന്നത്.
മലബാറിൽ അമുസ്ലിങ്ങൾക്ക് നേരെയുള്ള തദ്ദേശവാസികളായ മാപ്പിളമാരുടെ ജിഹാദുകൾ ആരംഭിക്കുന്നത് 1836 മുതലാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ മലബാറിൽ മുസ്ലിങ്ങൾ വളരെ ന്യൂനപക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ മലബാറിലെ മുസ്ലിങ്ങൾ ആ സമയം വരെ ഒരു ജിഹാദും മലബാറിൽ നടത്തിയിരുന്നില്ല. എന്നാൽ 1766 മുതൽ 1792 വരെ മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയുടെയും അവൻ്റെ മകൻ ടിപ്പുവിൻ്റെയും നേതൃത്വത്തിൽ നടന്ന മൈസൂരിൻ്റെ മലബാർ അധിനിവേശ കാലത്ത് നിർബന്ധിത മതപരിവർത്തനങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ ഹൈദരാലിയുടെയും അതുപോലെ ടിപ്പുവിൻ്റെയും ആക്രമണ കാലത്ത് അവരുടെ കൽപ്പന പ്രകാരം. അപ്പോൾ അങ്ങനെയുള്ള നിർബന്ധിത മതപരിവർത്തനങ്ങളുടെ ഫലമായി മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുകയും ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും സൈനികർ നടത്തിയ ഹിന്ദു ക്രിസ്ത്യൻ കൂട്ടക്കൊലയുടെ ഫലമായി അമുസ്ലിങ്ങൾ മലബാറിൽ കുറയുകയും ചെയ്തു. രണ്ട് വിധത്തിലാണ് അമുസ്ലിങ്ങൾ കുറഞ്ഞത്. ഒന്ന്, ഈ അമുസ്ലിങ്ങളെ മുസ്ലിങ്ങളാക്കി മാറ്റി, അപ്പോൾ അവിടെ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുകയും അമുസ്ലിങ്ങൾ കുറയുകയും ചെയ്തു. രണ്ട്, അമുസ്ലിങ്ങളെ കുറേ പേര് ഇങ്ങനെ മതം മാറാൻ തയ്യാറാകാതെ ഇരുന്നവരെയൊക്കെ കൊന്നുകളയുകയും ചെയ്തു. അങ്ങനെ വീണ്ടും അമുസ്ലിങ്ങളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മലബാറിലെ ക്രിസ്ത്യാനികൾ അവർ തിരുവിതാംകൂറിലേക്കും കൊച്ചി രാജ്യത്തിലേക്കൊക്കെ പലായനം ചെയ്തു. കൊച്ചിയേക്കാൾ അധികം തിരുവിതാംകൂറിലേക്കാണ് പോയത്. കാരണം കൊച്ചിയും ഈ ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയൊക്കെ സാമന്ത രാജ്യമായിട്ടിരുന്നതാണ്. അപ്പോൾ അവിടെയും ഈ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട് അവർ അധികവും പോയത് കൊച്ചിയിലേക്ക് പോയെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തിരുവിതാംകൂർ ഭാഗത്തേക്കാണ് അവർ പോയത്. ഹിന്ദുക്കളും അങ്ങനെ തന്നെ പോയെങ്കിലും 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ പ്രദേശം മുഴുവൻ ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് വന്നപ്പോൾ തിരുവിതാംകൂർ രാജ്യത്ത് നിന്ന് ഹിന്ദുക്കൾ മലബാറിലേക്ക് മടങ്ങി വന്നു. കാരണം ഈ പോയ ഹിന്ദുക്കളിൽ അധികം പേരും ജന്മിമാരും അതുപോലെ വളരെയധികം ഭൂസ്വത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. പിന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ക്ഷേത്രം, അതിൽ പൂജയും മറ്റും കാര്യങ്ങൾ നടത്തണം. അതുപോലെ തന്നെ ഈ ജന്മിമാരെ സംബന്ധിച്ച് അവരുടെ സ്വത്തുക്കളെല്ലാം അവർക്ക് തിരിച്ചു കിട്ടണമെന്നുള്ളത് കൊണ്ട് ഈ അങ്ങോട്ടേക്ക് പോയവർ, തിരുവിതാംകൂർ ഭാഗത്തേക്ക് പോയവരിൽ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾ മടങ്ങി വന്നു. എന്നാൽ ക്രിസ്ത്യാനികൾ മടങ്ങി വരാൻ നിന്നില്ല, അവരവിടെ തന്നെ പാർത്തു. അതുകൊണ്ടാണ് ഇവിടെ മലബാറിൽ ക്രൈസ്തവ ജനസംഖ്യയ്ക്ക് വളരെ കുറവുണ്ടായത്. അല്ലെങ്കിൽ നമ്മൾ ഈ തിരുവിതാംകൂർ കൊച്ചി പ്രദേശത്തുള്ളതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ മലബാറിൽ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ ഈ ടിപ്പുവിൻ്റെയും അതിനു മുമ്പ് ഹൈദരാലിയുടെയൊക്കെ ആക്രമണ ഫലമായിട്ടാണ് ആ എണ്ണം കുറഞ്ഞത്. 1790-കളോടെ മലബാറിൽ മുസ്ലിം ജനസംഖ്യ വളരെയധികം വർദ്ധിച്ചു കഴിഞ്ഞിരുന്നു. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഏകദേശം 40 വർഷങ്ങൾ കഴിഞ്ഞ് അടുത്ത തലമുറയിലേക്ക് വന്നപ്പോൾ മുസ്ലിങ്ങൾ മലബാറിലെ ഹിന്ദുക്കളുടെ നേരെ ജിഹാദ് ആരംഭിക്കാൻ തുടങ്ങിയിരുന്നു. 1836 മുതലാണ് മാപ്പിളമാരുടെ ഈ ജിഹാദ് മലബാറിൽ ആരംഭിക്കുന്നത്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുന്ന സമയത്ത് അവർ ഖുർആൻ ഹദീസുകളും പൂർണ്ണമായി അനുസരിക്കാൻ ശ്രമിക്കുകയില്ല. ആ സമയത്ത് അവർ മതസൗഹാർദ്ദത്തെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കും. മതേതരത്വത്തെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ച്, ജനാധിപത്യത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ച്, മതസൗഹാർദ്ദത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഈ സമയത്ത് ഈ മുസ്ലിം നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ അവർക്ക് 1000 നാവായിരിക്കും. എന്നാൽ മുസ്ലിങ്ങൾ ഒരു 30% കഴിഞ്ഞാൽ ഇതേ മുസ്ലിം നേതാക്കന്മാരുടെ സ്വരം മാറാൻ തുടങ്ങും. 40% തുടങ്ങിയാൽ അവർ കയ്യൂക്ക് കൊണ്ട് കാര്യം നടത്താൻ നോക്കും. മുസ്ലിങ്ങൾ 50% കഴിഞ്ഞാൽ മതേതരത്വവും ജനാധിപത്യവും മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും മതസൗഹാർദ്ദവും ഇതൊക്കെ ഈ മുസ്ലിം നേതാക്കന്മാരെടുത്ത് തോട്ടിക്കളയും. ലോകത്തെല്ലായിടത്തുമുള്ള ഇസ്ലാമിൻ്റെ ചരിത്രം ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മലബാറിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ഇന്ന് മതേതര മണ്ടന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, കേരളത്തിൽ നൂറ്റാണ്ടുകളായി ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും മുടിഞ്ഞ സൗഹൃദവുമായി നടന്നവരാണ് മുസ്ലിങ്ങളെന്ന്. ടിപ്പുവിന് മുമ്പുള്ള കാലം വരേക്കും മലബാറിലെ മുസ്ലിങ്ങൾ എണ്ണത്തിൽ വളരെ ചുരുക്കമായിരുന്നുകൊണ്ടാണ് അവരങ്ങനെ അമുസ്ലിങ്ങളുമായി സൗഹൃദം പുലർത്തിയിരുന്നത് എന്ന് ഈ മതേതര മണ്ടന്മാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ടിപ്പുവിന് മുമ്പുള്ള കാലത്ത് ഹിന്ദുക്കളെക്കാളും ക്രിസ്ത്യാനികളെക്കാളും ജനസംഖ്യയിൽ വളരെ കുറവായിരുന്നു മുസ്ലിങ്ങൾ മലബാർ പ്രദേശത്ത്. സ്വാഭാവികമായും അങ്ങനെ ഒരു അവസ്ഥയിൽ ഖുർആനും ഹദീസുകളും അവർ അട്ടത്ത് കയറ്റി വയ്ക്കും. അതാണ് മലബാറിലും കണ്ടത്. എന്നാൽ ഹൈദരാലിക്കും ടിപ്പുവിന് ശേഷം മലബാറിലെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുകയും ഹിന്ദു ക്രിസ്ത്യൻ ജനസംഖ്യ കുറയുകയും ചെയ്തപ്പോൾ മലബാറിലെ മുസ്ലിം നേതാക്കന്മാർ പള്ളികളിൽ പ്രസംഗിക്കാൻ തുടങ്ങിയതും മദ്രസകളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയതും അതുവരെ മറച്ചു വച്ചിരുന്ന ഖുർആനിലും ഹദീസുകളിലും പറയുന്ന ജിഹാദുകളെക്കുറിച്ചായിരുന്നു. അതിൻ്റെ അനന്തരഫലമാണ് അടുത്ത തലമുറയിൽ, അതായത് 1790 ഇവരുടെയൊക്കെ ഈ അധിനിവേശം, മൈസൂർ അധിനിവേശത്തോടുകൂടെ ഈ പ്രദേശത്ത് വളരെയധികം ഉണ്ടായ ഈ ഇസ്ലാമിക വൽക്കരണമുണ്ടല്ലോ, ഇസ്ലാമിക ജനസംഖ്യ അങ്ങ് കുതിച്ചു കയറിയത്. അമുസ്ലിങ്ങളെ ബലം പ്രയോഗിച്ച് ഇസ്ലാമിൽ ചേർത്ത്
അങ്ങനെ അങ്ങ് കൂട്ടിയത്. അത് കഴിഞ്ഞ് അവരുടെ മക്കൾ തന്നെ, അതായത് തൊട്ട് മുമ്പത്തെ തലമുറയിൽ കഴുത്തിൽ വാള് വെച്ച് മതം മാറ്റപ്പെടേണ്ടി വന്ന അവരുടെ ആ മക്കളാണ് പിന്നെ അടുത്ത തലമുറയിലേക്ക് വന്നപ്പോൾ അവരുടെ മാതാപിതാക്കളുടെ ബന്ധുക്കളായിരിക്കുന്ന അമുസ്ലിങ്ങൾക്ക് നേരെ അന്ന് മതം മാറാൻ തയ്യാറാകാതിരുന്ന ആ മുസ്ലിങ്ങൾക്ക് നേരെ വാൾ എടുത്തത്. മലബാർ ജിഹാദുകളുടെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വില്യം ലോഗൻ എഴുതിയിരിക്കുന്നതിലേക്ക് പോകാം, അത് വായിക്കാം. മാപ്പിളമാരുടെ അതിക്രമങ്ങൾ ഒഴിച്ചാൽ എടുത്തു പറയാവുന്ന രാഷ്ട്രീയ പ്രധാന സംഭവങ്ങൾ ഈ സമയത്ത് മലബാറിൽ നടന്നതായി തോന്നുന്നില്ല. മാപ്പിളമാരുണ്ടാക്കുന്ന കുഴപ്പമാകട്ടെ ഈ സമയത്തും അങ്ങിങ്ങായി നടക്കുകയും ചെയ്യുന്നു. ഈ കാലത്തുണ്ടായ എടുത്തു പറയേണ്ട സംഭവങ്ങൾ താഴെ ചേർക്കുന്നു. വില്യം ലോഗൻ, മലബാർ മാനുവൽ, പേജ് 354. 1836 നവംബർ 26 ഏറനാട് താലൂക്കിലെ മഞ്ചേരി അംശം പന്തല്ലൂർ ദേശക്കാരനായ കല്ലിങ്ങൽ കുഞ്ഞോലൻ കണിശൻ, അതായത് ജ്യോതിഷി സമുദായത്തിൽപ്പെട്ട ഒരു ചാക്കു പണിക്കരെ കുത്തിക്കൊന്നു. മറ്റ് 3 പേരെയും അയാൾ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം വള്ളുവനാട് താലൂക്കിലെ നെന്മേനി അംശത്തിലേക്ക് പലായനം ചെയ്തപ്പോൾ അവിടേക്ക് തഹസീൽദാർമാരും താലൂക്ക് ശിപായികളും ഗ്രാമവാസികളും ചേർന്ന് പിന്തുടർന്നു. ആ മാസം 28 പോലീസ് കുഞ്ഞോലനെ വെടിവെച്ചു കൊന്നു. വില്യം ലോഗൻ, മലബാർ മാനുവൽ, പേജ് 354. ഈ ചാക്കുപണിക്കര് ജന്മിയൊന്നും ആയിരുന്നില്ല, ഒരു സാധാരണ ഹിന്ദു, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ കുഞ്ഞോലൻ കുത്തിപ്പരിക്കേൽപ്പിച്ച മറ്റ് 3 പേരും ജന്മിമാരായിരുന്നില്ല, സാധാരണക്കാരായ ഹിന്ദുക്കളായിരുന്നു. എന്നിട്ടും ഒരു കാരണവുമില്ലാതെ അവരൊക്കെ അയാൾ കുത്തിയതിന് കാരണം അമുസ്ലിങ്ങളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലാൻ കൽപ്പിക്കുന്ന ഖുർആൻ ആയത്തുകൾ അനുസരിക്കാൻ അയാൾ മനസ്സ് വെച്ചതുകൊണ്ടാണ്. അതല്ലാതെ മറ്റൊരു കാരണവുമില്ല, വേറൊരു കാരണവുമില്ല. അടുത്ത വർഷം വീണ്ടും ഇതേപോലെ ഒരു ജിഹാദി ഏറനാട് താലൂക്കിൽ ഒരു ബ്രാഹ്മണനെ കുത്തി പരിക്കേൽപ്പിക്കുകയുണ്ടായി. 1837 ഏപ്രിൽ 15 ഏറനാട് താലൂക്കിലെ ചെങ്ങര അംശം കൽപ്പറ്റ ദേശക്കാരനായ ഒരു ആലിക്കുട്ടി ഒരു ചിരുകരുണിമന നാരായണ മൂസദിനെ ബ്രാഹ്മണ ജാതി ഗുരുതരമായി കത്തിക്ക് കുത്തി നിരവധി പരിക്കുകൾ ഏൽപ്പിച്ചു. ഇതിനുശേഷം ആലിക്കുട്ടി സ്വന്തം കടയിൽ കയറി ഇരിപ്പായി. അവിടെ അയാളെ തഹസീൽദാർമാരും താലൂക്ക് ശിപായിമാരും ചേർന്ന് പിടികൂടുകയും അടുത്ത ദിവസം താലൂക്ക് പോലീസ് വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. വില്യം ലോഗൻ, മലബാർ മാനുവൽ, പേജ് 354. ഈ നാരായണ മൂസദും ഒരു ജന്മിയായിരുന്നില്ല, ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട ആളായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 1838 മാപ്പിളമാരുടെ ജിഹാദ് മലബാറിൽ ഉണ്ടായിരുന്നില്ല, ആ ഒരു വർഷം ഉണ്ടായിരുന്നില്ല. ആ വർഷം പൊതുവെ ശാന്തമായിരുന്നു. അത് കഴിഞ്ഞ് 1839 വീണ്ടും ജിഹാദ് ആരംഭിക്കുകയുണ്ടായി. 1839 ഏപ്രിൽ 6 മാമ്പടത്തൊടി കട്ടിയത്തൻ കൊടക്കാട് പരുത്തരകൻ എന്നൊരാളെ കത്തിക്ക് കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിന് പിന്നാലെ 2 തഹസീൽദാർമാർ ഉൾപ്പെടുന്ന ഒരു പോലീസ് പാർട്ടിയുടെ ഇടയിലേക്ക് ചാടിക്കയറി ഒരു ശിപായിയെ കുത്തിമുറിവേൽപ്പിച്ചു. അക്രമിയെ പിടികൂടി വിചാരണയ്ക്ക് കൊണ്ടുവന്ന് ജീവപര്യന്തം നാടുകടത്തലിന് ശിക്ഷിച്ചു. വില്യം ലോഗൻ, മലബാർ മാനുവൽ, പേജ് 354. 1840 ഏപ്രിൽ 19 ഏറനാട് താലൂക്കിലെ ഇരുമ്പുളി അംശക്കാരനായ പാറക്കൊടിയിൽ ആലിക്കുട്ടി തെയ്യത്ത് കുഞ്ഞുണ്ണി നായർ എന്നൊരാളെയും മറ്റൊരാളെയും ഗുരുതരമായി മുറിവേൽപ്പിക്കുകയും കിടങ്ങാളി ക്ഷേത്രത്തിന് തീ വയ്ക്കുകയും അടുത്ത വീട്ടിൽ കയറി ഇരിക്കുകയും ചെയ്തു. ഇവിടെ വെച്ച് അയാളെ ആക്രമിച്ചപ്പോൾ പുറത്തേക്ക് ഓടി. അടുത്ത ദിവസം താലൂക്ക് പോലീസ് പ്യൂൺ, അതായത് ശിപായി, അയാളെ വെടിവെച്ചു കൊന്നു. വില്യം ലോഗൻ, മലബാർ മാനുവൽ, പേജ് 354. ഈ കുഞ്ഞുണ്ണി നായരും ജന്മിയൊന്നും ആയിരുന്നില്ല, ഹിന്ദുമത വിശ്വാസിയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ജിഹാദി ആലിക്കുട്ടി 2 ഹിന്ദുക്കളെ കുത്തിക്കൊലപ്പെടുത്താൻ നോക്കുക മാത്രമല്ല ചെയ്തത്, ക്ഷേത്രത്തിന് തീ വയ്ക്കുകയും ചെയ്തു. ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും സൈനികർ തകർത്ത മലബാറിലെ ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾ പുതുക്കി പണിയുകയും പുനരുദ്ധാനം നടത്തുകയും ചെയ്തിരുന്നു. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിലായതിനു ശേഷം ഏതാണ്ട് 50 വർഷക്കാലത്തോളം മലബാറിലെ ക്ഷേത്രങ്ങൾക്ക് നേരെ യാതൊരു ആക്രമണവും മലബാർ മാപ്പിളമാരിൽ നിന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചതോടെ മദ്രസ അധ്യാപനങ്ങളിലും അതുപോലെ വെള്ളിയാഴ്ചകളിൽ മദ്രസകളിൽ നടത്തുന്ന പ്രസംഗങ്ങളിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അതോടുകൂടി സ്ഥിതി മാറി. മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊല്ലുക മാത്രമല്ല ഹിന്ദു ക്ഷേത്രങ്ങളും ആക്രമിക്കാൻ തുടങ്ങി. പിന്നീടുള്ള മലബാർ ജിഹാദിൻ്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ പല ഹൈന്ദവ ക്ഷേത്രങ്ങളിലും പലയിടങ്ങളിലും ആക്രമിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മലബാർ മാനുവൽ തുടർന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്കത് പിടികിട്ടും. 1841 ഏപ്രിൽ 5 തുമ്പമണ്ണിൽ കുഞ്ഞുണ്ണിയോനും മറ്റ് 8 പേരും ചേർന്ന് ഒരു പെരുമ്പാളി നമ്പൂതിരിയെ ബ്രാഹ്മണ ജന്മി കൊല ചെയ്തു.
വള്ളൂനാട്ട് താലൂക്കിലെ പള്ളിപ്പുറത്ത് വേറൊരുവൻ പെരുമ്പാളി നമ്പൂതിരിയുടെയും അയാളുടെ ആശ്രിതന്മാരായ മറ്റ് 4 പേരുടെയും വീടുകൾ അഗ്നിക്കിരയാക്കി. കൊള്ളിവെച്ച വീടുകളിൽ ഒന്നിൻ്റെ ഉടമ പിന്നീട് മരണമടഞ്ഞു. ആക്രമണത്തിന് ശേഷം മാപ്പിളമാർ ബ്രാഹ്മണ ജന്മിയുടെ വീട്ടിൽ കയറിയിരിക്കുകയും ഗവൺമെൻറ് അധികാരത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു. വില്യം ലോഗൻ, മലബാർ മാനുവൽ, പേജ് 354. മലബാർ ജിഹാദികൾ ആദ്യമായി ഒരു ഹിന്ദു ജന്മിയെ കൊല ചെയ്യുന്നത് ഈ സംഭവമാണ്. 1841 ഏപ്രിൽ 5 പെരുമ്പാളി നമ്പൂതിരിയെയാണ് അവർ കൊല്ലുന്നത്, ഒരു ഹിന്ദു ജന്മിയെ. മലബാറിലെ മാപ്പിള ലഹളകളെല്ലാം കർഷക തൊഴിലാളികളുടെയോ അല്ലെങ്കിൽ കുടിയാന്മാരുടെയോ പ്രതിഷേധങ്ങളായിരുന്നു എന്ന വില്യം ലോഗൻ മുതൽ ഇന്നത്തെ CPM വരെയുള്ള മതേതരവാദികൾ പറയുന്നതിൻ്റെ പൊള്ളത്തരം വെളിവാകുന്നത് ഇവിടെയാണ്. മലബാറിൽ മാപ്പിളമാരുടെ ജിഹാദ് ആരംഭിക്കുന്നത് 1836 മുതലാണ് എന്ന് നേരത്തെ കണ്ടല്ലോ. 1836 മുതൽ 1841 വരെയുള്ള ആദ്യത്തെ 5 വർഷക്കാലത്തിനിടയിൽ മലബാർ മാപ്പിളമാർ നടത്തിയ ആക്രമണങ്ങളിൽ ഒരൊറ്റ ജന്മി പോലും കൊല്ലപ്പെട്ടിരുന്നില്ല. 1841 ആദ്യമായി ഒരു ജന്മി കൊല്ലപ്പെടുന്നത്, അതും ഹിന്ദു ജന്മി. മാപ്പിള ജന്മിമാരും മലബാറിൽ ഉണ്ടായിരുന്നു ഓർക്കണം. ബ്രാഹ്മണ ജന്മിമാരെ പോലെ തന്നെ ആയിരുന്നു ഈ മാപ്പിള ജന്മിമാരും തങ്ങളുടെ കുടിയാന്മാരോട് ഇടപെട്ടിരുന്നത്. മാപ്പിള ജന്മിമാരുടെ ശിങ്കിടികളായ മുസ്ലിങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും അവരെ ആരെയും ഈ മലബാർ മാപ്പിളമാർ കൊന്നില്ല. 1836 ആദ്യത്തെ ആക്രമണത്തിൽ ഒരു ഹിന്ദു ജന്മിയെയായിരുന്നു ഇവർ കൊന്നതെങ്കിൽ നമുക്ക് പിന്നെ സമ്മതിച്ചു കൊടുക്കാമായിരുന്നു ജന്മി കുടിയാൻ സംഘർഷമായിരുന്നു മലബാറിൽ നടന്നതെന്ന്. പക്ഷെ നാം ചരിത്രത്തിൽ കാണുന്നത് മലബാർ ജിഹാദ് ആരംഭിച്ച് ആദ്യത്തെ 5 വർഷം വരെയുള്ള കാലത്ത് കൊല്ലപ്പെട്ടത് മുഴുവൻ ജന്മിമാരല്ലാത്ത സാധാരണ ഹിന്ദുക്കളായിരുന്നു എന്ന സത്യമാണ്. 5ാം വർഷത്തിലാണ് ഒരു ജന്മി മാപ്പിളമാരുടെ കയ്യാൽ കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് മലബാറിൽ മാപ്പിളമാർ നടത്തിയ ജിഹാദുകൾ കാർഷിക ലഹളയായിരുന്നു എന്ന് പറയുന്നവർ അവർ എത്ര വലിയ ആളുകളായാലും ശരി മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ചരിത്രത്തെ വളച്ചൊടിക്കുന്നവരാണ് എന്നുള്ള സത്യം നാം അറിഞ്ഞിരിക്കണം. 1841 നവംബർ 13 കൈതോത്തിപ്പാടിൽ മൊയ്തീൻകുട്ടിയും മറ്റ് 7 പേരും ചേർന്ന് തോട്ടാശ്ശേരി താച്ചുപണിക്കർ എന്നൊരാളെയും അയാളുടെ സഹായിയായ ശിപായിയെയും കൊല ചെയ്തു. സംഭവത്തിന് ശേഷം അക്രമികൾ ഒരു പള്ളിയിൽ അഭയം തേടി. 3 ദിവസം തുടർച്ചയായി അവർ പോലീസിനെ ധിക്കരിച്ചു നിന്നു. 17 കാലത്ത് 3 പേർ കൂടി അക്രമി സംഘത്തോടൊപ്പം ചേർന്നു. വില്യം ലോഗൻ, മലബാർ മാനുവൽ, പേജ് 354. ഈ തോട്ടാശ്ശേരി താച്ചുപണിക്കർ എന്നയാളും ജന്മിയായിരുന്നില്ല എന്നോർക്കണം. 1841 തന്നെ 3ാമതൊരു ജിഹാദ് കൂടി മാപ്പിളമാർ നടത്തിയിരുന്നു. 1841 ഡിസംബർ 27 മേലമണ്ണ കുഞ്ഞത്തൻ എന്ന ഒരു മാപ്പിള തൻ്റെ 7 സഹായികളുമായി ചേർന്ന് തലപ്പിൽ ചക്കുനായരെയും മറ്റൊരാളെയും കൊല ചെയ്തതിന് ശേഷം സ്ഥലം അധികാരിയുടെ വീട്ടിൽ കടന്നുകൂടി. ഏറനാട് തഹസീൽദാരുടെ നിർദ്ദേശപ്രകാരം വീട് വളഞ്ഞ പ്യൂൺമാരുടെയും നാട്ടുകാരുടെയും സഹായത്തിന് കോഴിക്കോട് നിന്ന് പോലീസ് പാർട്ടി എത്തിച്ചേരുന്നതിന് മുമ്പായി അക്രമികളെല്ലാം കൊല ചെയ്യപ്പെട്ടിരുന്നു. അവരുടെ ജഡങ്ങൾ കോഴിക്കോട്ട് കൊണ്ടുവന്ന് കഴുമരങ്ങൾക്ക് കീഴെ മറവ് ചെയ്തു. വില്യം ലോഗൻ, മലബാർ മാനുവൽ, പേജ് 355. തലപ്പിൽ ചക്കുനായരും അയാളോടുകൂടി കൊല്ലപ്പെട്ട മറ്റേ ആളും അവരൊന്നും ജന്മിമാരായിരുന്നില്ല, സാധാരണ ഹിന്ദുക്കളായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. 1842 മാപ്പിളമാരുടെ വക ജിഹാദ് മലബാറിലുണ്ടായില്ല. 43 ആയപ്പോൾ വീണ്ടും ജിഹാദ് തുടങ്ങി. 1843 ഒക്ടോബർ 19 കുന്നത്തേരി അലി അത്തനും മറ്റ് 5 പേരും ചേർന്ന് തിരൂരങ്ങാടി അധികാരി കപ്രാട്ട് കൃഷ്ണപ്പണിക്കരെ കൊല്ലുകയും ഈ അക്രമി സംഘത്തിൽ പിന്നീട് ചേർന്ന ഒരു മാപ്പിളയുടെ ഉപദേശപ്രകാരം ചെറൂരിൽ ഒരു നായർ വീട്ടിൽ ചെന്ന് കയറി അവിടെ സ്വയം അടച്ചുകൂടുകയും ചെയ്തു. ഒരു കനത്ത പട്ടാള സംഘത്തെ അവിടേക്ക് അയച്ചു. നേറ്റീവ് ഇൻഫൻട്രി 5ാം റെജിമെൻറ്റിൽപ്പെട്ട ഈ ഡിറ്റാച്ച്മെൻറ്റിൽ ഒരു ലഫ്റ്റനൻറ്റ്, ഒരു സുബേദാർ, ഒരു ജമേദാർ, 3 ഹവീൽദാർമാർ, 4 നായിക്കുമാർ, ഒരു ഡ്രമ്മർ, 51 പ്രൈവറ്റുകൾ, ഒരു പുക്കല്ലി, ഒരു ലാസ്കർ ഉൾപ്പെട്ടിരുന്നു. 24 കാലത്ത് പട്ടാളം മാപ്പിളമാരെ നേരിട്ടു. അക്രമികൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടി വരുന്നത് കണ്ടപ്പോൾ ശിപായിമാർ പരിഭ്രാന്തി കൊണ്ട് പിന്തിരിഞ്ഞോടി. ഏറ്റുമുട്ടലിൽ ഒരു സുബേദാറും 3 ശിപ്പായിമാരും കൊല്ലപ്പെടുകയും ക്യാപ്റ്റൻ ലീഡർക്കും മറ്റ് 5 ശിപായിമാർക്കും പരിക്കേൽക്കുകയും ചെയ്തു. അക്രമികൾ 7 പേരെയും താലൂക്ക് പ്യൂൺമാരും നാട്ടുകാരും ചേർന്ന് തല്ലിക്കൊന്നു. മേലുദ്ധരിച്ച അതിക്രമമാണ് ഹാലിളക്കത്തിൻ്റെ പേരിൽ നാടോടിപ്പാട്ടിൻ്റെ രൂപത്തിൽ മാപ്പിളമാരെ ഹരം പിടിപ്പിച്ചതും മതഭ്രാന്തിൻ്റേതായ ഒരാക്രമണ പ്രസ്ഥാനം അഴിച്ചുവിടാൻ ഇടയാക്കിയതുമെന്ന് ഇതിനു മുമ്പ് മറ്റൊരു സന്ദർഭത്തിൽ വിവരിച്ചിട്ടുണ്ട്.
കൊല്ലപ്പെട്ട അധികാരിയുടെ അധികാരപരിധിയിൽപ്പെട്ട തിരൂരങ്ങാടിക്കടുത്തായിരുന്നു അറബ് തങ്ങളുടെ അഥവാ പുരോഹിത മേധാവിയുടെ വീട് സ്ഥിതി ചെയ്തിരുന്നത്. ഈ തങ്ങളുടെ ഉത്ബോധനമാണ് മാപ്പിളമാരായ വിശ്വാസികളെ അതിക്രമങ്ങൾ നടത്താൻ പ്രേരിപ്പിച്ചതെന്ന് പറയുന്നു. ഈ തങ്ങൾ അധികം താമസിയാതെ മരണപ്പെടുകയും തിരൂരങ്ങാടിക്ക് എതിർവശത്തുള്ള പുഴക്കരയിൽ മമ്പറം പള്ളിയിൽ ഖബറടക്കം നടത്തുകയും ചെയ്തു. മതത്തിൻ്റെ പേരിൽ അതിക്രമങ്ങൾ നടത്തുകയും നടത്താൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്ന ഹാലിളക്കക്കാർ ഇക്കാലത്ത് പോലും മമ്പറം തങ്ങളുടെ ബലികുടീരത്തിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. 1843 ഡിസംബർ 19 ഒരു പ്യൂണിൻ്റെ മൃതദേഹം കൈയും തലയും വെട്ടിമാറ്റിയ നിലയിൽ വലിച്ചെറിയപ്പെട്ടതായി കണ്ടു. ഹാലിളക്കക്കാരുടെ സംഘത്തിൽപ്പെട്ടവരാണ് ഈ അതിക്രമത്തിന് പിന്നിലെന്ന് കരുതപ്പെട്ടു. വില്യം ലോഗൻ, മലബാർ മാനുവൽ, പേജ് 355. ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. കൈയും തലയും വെട്ടിമാറ്റിയ നിലയിലാണ് ആ മൃതദേഹം കണ്ടെത്തിയത്. കൈവെട്ടെന്ന് പറഞ്ഞ സംഗതി മലയാളി മുസ്ലിങ്ങളിൽ പണ്ടേ ഉള്ള കാര്യം തന്നെയാണ്. ആധുനിക കാലത്തെ കൈവെട്ട് മാത്രമേ നമുക്ക് പരിചിതമുള്ളൂ. പക്ഷെ ചരിത്രം പരിശോധിച്ചാൽ കാണാം, ഇത് പാരമ്പര്യമായി അവരുടെ ജീനിൽ അടങ്ങിയിരിക്കുന്ന സംഗതിയാണ്. പണ്ട് മുതലേ ഇവരിതൊക്കെ ഇവിടെ ചെയ്തു വന്നിട്ടുണ്ട്. കാഫറുകളുടെ മൃതദേഹങ്ങളെ അപമാനിക്കണം എന്നുള്ള കാര്യം ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതശരീരങ്ങളെ അപമാനിച്ചുകൊണ്ട് മുഹമ്മദ് തന്നെ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. മുഹമ്മദിൽ ഇവർക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്നാണല്ലോ ഖുർആൻ പറയുന്നത്. ഇപ്പം മലബാർ മാപ്പിളമാർ എണ്ണത്തിൽ വർദ്ധിച്ചപ്പോൾ ആ മാതൃക പിന്തുടരാൻ അവർ അത്യുത്സാഹം കാണിച്ചിരുന്നത് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതിയാണ്. ഏതായാലും നമുക്ക് മലബാർ മാനുവലിലേക്ക് തിരിച്ചു പോകാം. ഈ വിഭാഗക്കാരെ സംബന്ധിച്ച ശ്രദ്ധേയമായ ഒരു വിവരണം 1843 നവംബറിൽ തദ്ദേശീയനായ ഒരു കീഴുദ്യോഗസ്ഥൻ നൽകിയത് അതേപടി ചുവടെ ചേർക്കുന്നു. ചേരനാട് താലൂക്കിലും സമീപ പ്രദേശങ്ങളിലും മാപ്പിളമാർക്കിടയിൽ കാണുന്ന ഹാലിളക്കത്തെ സംബന്ധിച്ച വിവരണം. തുടക്കത്തിൽ ഇങ്ങനെയൊരു സംഗതി ഇവിടങ്ങളിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം മേടത്തിൽ വെട്ടത്തുനാട് താലൂക്കിൽ നന്നമ്പ്ര അംശം കൊടിഞ്ഞി ദേശക്കാരനായ ആലത്താങ്കുഴിയിൽ മൊയ്തീൻ എന്ന ഒരുവൻ പുലരാങ്കാലത്ത് തൻ്റെ പുഞ്ചപ്പാടത്ത് കൃഷി നനയ്ക്കാൻ ചെന്നു. അവിടെ അയാൾ ഒരാളെ കണ്ടുമുട്ടി. കൃഷിപ്പണിയെല്ലാം ഉപേക്ഷിച്ച് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് സമയം ഒഴിഞ്ഞു വയ്ക്കാൻ അപരിചിതൻ അയാളെ ഉപദേശിച്ചു. മൊയ്തീൻ അത് നടപ്പില്ലെന്നും ജീവിക്കാൻ തനിക്ക് മറ്റു മാർഗങ്ങളില്ലെന്നും അറിയിച്ചു. അതേ തുടർന്ന് മൊയ്തീൻ്റെ പുരയിടത്തിലുള്ള ഒരു തെങ്ങിൽ നിന്ന് വേണ്ടത്ര കള്ളെടുക്കാമെന്ന് അപരിചിതൻ പറഞ്ഞു. ഈ കള്ള് ചക്കരയാക്കി മാറ്റിയാൽ ജീവിക്കാൻ മതിയായ വകയുണ്ടാക്കുമെന്നറിയിച്ച് അപരിചിതൻ അപ്രത്യക്ഷനായി. താൻ കണ്ട ആൾ സാക്ഷാൽ പടച്ചവനാണെന്ന് മൊയ്തീനിന് തോന്നുകയും അയാൾ പരിഭ്രാന്തനായി തീരുകയും ചെയ്തു. അതായത് ഹാൽ എന്ന് പറയുന്ന ഹാലിളക്കം അയാൾക്ക് സംഭവിച്ചു. അതിനുശേഷം അയാൾ തറമൽ തങ്ങളുടെ അടുത്തേക്ക് പോയി ഡിക്കാറും നിസ്കാരവും, അതായത് ബാങ്ക് വിളിയും പ്രാർത്ഥനയും കഴിച്ചു. 2-3 ദിവസം കഴിഞ്ഞ് മൊയ്തീൻ തറമൽ തങ്ങളെ വീണ്ടും ചെന്ന് കണ്ട് കാഫീറുകൾ, വില്യം ലോഗൻ അതിനൊരു ഇത് കൊടുത്തിട്ടുണ്ട്, അന്യമതസ്ഥരെ മുഹമ്മദിയർ അങ്ങനെയാണ് വിളിക്കുന്നത്. ഒരു നൂറ്റാണ്ട് മുമ്പൊക്കെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ മറ്റ് മതസ്ഥരെ വിളിച്ചുകൊണ്ടിരുന്നത് കാഫിറുകൾ എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് വില്യം ലോഗൻ അങ്ങനെ തന്നെ ആ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. കാഫിറുകൾ തന്നെ പരിഹസിക്കുകയാണെന്ന് ആവലാതിപ്പെട്ടു. തങ്ങൾ അയാളെ സമാധാനിപ്പിച്ചു. മൊയ്തീൻ സ്വീകരിച്ചത് ശരിയായ മാർഗമാണെന്നും ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞുകൊള്ളൂ എന്നും ഉപദേശിച്ചു. ചിഹ്നമായി കൊണ്ടു നടക്കാൻ ഒരു വാൾക്കത്തിയും നൽകി. ഭാവിയിൽ ഒരാളും അയാളെ പരിഹസിക്കാൻ ധൈര്യപ്പെടുകയില്ലെന്ന് ഉറപ്പുകൊടുത്തു. ഇതേ തുടർന്ന് പല മാപ്പിളമാരും ഹാലിളക്കം പിടിപെട്ട് കയ്യിൽ ചൂരൽ വടികളും ചുറ്റി ഉറഞ്ഞിളകാനും സ്വന്തം വീടുകളിൽ പോകാതെയും ജോലി ചെയ്യാതെയും ചുറ്റിത്തിരിയാനും തുടങ്ങി. 2-3 ദിവസം കഴിഞ്ഞ് ഇവരിൽ ചിലർ നിത്യവൃത്തിക്ക് വഴി കാണാതെ പഴയതുപോലെ ജോലിയെടുത്ത് ജീവിക്കാൻ കുടുംബത്തിലേക്ക് മടങ്ങി വന്നു. മറ്റു പലരും ചൂരലും ഏറനാടൻ കത്തിയുമായി 5, 8, 10 പേരടങ്ങുന്ന സംഘങ്ങളായി അലഞ്ഞു തിരിഞ്ഞു. ഹിന്ദുക്കൾ അധികം സഹവസിക്കാത്ത സ്ഥലങ്ങളിൽ ഇവർ ഒത്തുകൂടി ഡിക്കാറും നിസ്കാരവും നിർവഹിച്ചു. മാപ്പിളമാർ പൊതുവിൽ ഈ പ്രതിഭാസത്തെ മതാനുഷ്ഠാനമായാണ് കാണുന്നത്. അവർ ഹാലിളക്കക്കാർക്ക് ഭക്ഷണം നൽകി സഹായിക്കുന്നു. തറമൽ തങ്ങളുടെ പ്രപിതാമഹന്മാരിൽ 1-2 പേർ പൊരുതി മരിച്ചവരാണെന്നും അവരുടെ അനന്തരാവകാശിയായ ഇപ്പോഴത്തെ തങ്ങൾ പ്രായാധിക്യം കൊണ്ട് അതേ പന്ഥാവ് സ്വീകരിക്കാൻ സമയമെത്തി നിൽപ്പാണെന്നും മാപ്പിളമാർ അന്യോന്യം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഹാലിളക്കം ബാധിച്ചവരുടെ എണ്ണം 400-ൽ പരം എത്തിയാൽ കാഫിറുകളെ പോർക്ക് വിളിച്ച് തറമൽ തങ്ങളോടൊപ്പം പൊരുതി മരിക്കുമെന്നുകൂടി അവർ പറഞ്ഞു നടന്നു. ഈ ഹാലിളക്കക്കാരിൽ ഹാലാർ എന്നാണ് അവർ പരക്കെ അറിയപ്പെടുന്നത്. അതായത് ഹാലിളക്കം സംഭവിച്ച മുസ്ലിങ്ങളെ ഹാലാർ എന്നാണ് വിളിച്ചിരുന്നത് ആ സമയത്ത്.
ഈ ഹാലിളക്കക്കാരിൽ മേൽമുറി അംശം കീഴ്മുറി ദേശത്ത് താമസക്കാരനായ അവറുമായൻ എന്ന ഒരാൾ 2 മാസം മുമ്പ് തൻ്റെ നാട്ടുകാരായ ഒട്ടേറെ പേരെ വിളിച്ചുകൂട്ടി ഒരു കാളയെ അറുത്ത് എത്തിക്കൂടിയവർക്ക് ഭക്ഷണം ഒരുക്കുന്നതിന് ഒരു ചെമ്പ് പാത്രത്തിൽ വെള്ളം നിറച്ച് അടുപ്പത്ത് കയറ്റി വെച്ച് പാത്രത്തിൽ അരി താനേ വന്നുകൊള്ളുമെന്ന് ഉറഞ്ഞ് തുള്ളിപ്പറഞ്ഞു. ആളുകൾ കുറച്ചു നേരം കാത്തിരുന്നു. പാത്രത്തിൽ അരി കണ്ടില്ല. സന്നിഹിതരായവർ മാട്ടിറച്ചി മാത്രം ഭക്ഷിച്ച് സ്ഥലം വിട്ടു. ഇതേ ചൊല്ലി ചിലർ അവറുമായനെ പരിഹസിച്ചു. അയാൾ അപമാനിതനായി തറമൽ തങ്ങളുടെ അടുത്തേക്ക് പോയി അവിടെ 2-3 ദിവസം കഴിച്ചുകൂട്ടി. അതിനുശേഷം അയാൾ മമ്പുറം പള്ളിയിലേക്ക് പോയി. ഇവിടെ പുഴയുടെ തെക്കുവശത്തുള്ള തിരൂരങ്ങാടി പള്ളിയിലേക്ക് വായുവിലൂടെ പറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അയാൾ പാതി അടഞ്ഞ വാതിലിലൂടെ നിലത്ത് നിപതിക്കുകയും ഒരു കാൽ പൊട്ടി മുടന്തനാവുകയും ചെയ്തു. ഈ നിലയിൽ ഇപ്പോഴും അയാൾ ജീവിക്കുന്നതായി പറഞ്ഞു കേൾക്കുന്നു. മലബാർ മാനുവൽ പേജ് 355, 356. മലബാർ മാപ്പിളമാരുടെ ഹാലിളക്കം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ആലത്താങ്കുഴിയിൽ മൊയ്തീൻ എന്നൊരാൾ പുലർച്ചയ്ക്ക് തൻ്റെ പുഞ്ചപ്പാടം നനയ്ക്കാൻ പോയപ്പോൾ ഒരാളെ കണ്ടുമുട്ടിയെന്നും പറഞ്ഞാണ് മാപ്പിളമാരുടെ ഹാലിളക്കം തുടങ്ങുന്നത്. ആ ഹാലിളക്കം അവസാനിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. 1921 മലബാർ മാപ്പിളമാർക്ക് മനസ്സിലായി ഇനി ഹാലിളകിയാൽ പണി കിട്ടുമെന്ന്. ബ്രിട്ടീഷുകാർ വെറുതെ വിടില്ല എന്നുള്ള സത്യം അവർക്ക് മനസ്സിലായി. അതോടുകൂടി മലബാർ മാപ്പിളമാരുടെ ഹാലിളക്കം നിന്നു. ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ മലബാർ മാപ്പിളമാർക്ക് വീണ്ടും ചെറുതായി ഹാലിളകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 21-ൽ ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നൊക്കെ മുദ്രാവാക്യം മുഴക്കിയല്ലോ, നമ്മൾ കേട്ടല്ലോ. അത് ആ മുദ്രാവാക്യം മുഴക്കിയതൊക്കെ ആ ഹാലിളക്കം വീണ്ടും വരാൻ തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. സൂക്ഷിച്ചാൽ അമുസ്ലിങ്ങൾക്ക് കൊള്ളാം എന്നേ പറയാനുള്ളൂ. ഇതൊക്കെ പറയുന്നതിൻ്റെ പേരിൽ വർഗീയവാദി ചാപ്പ് കിട്ടുമെന്നറിയാം, എന്നാലും പറയുകയാണ് സൂക്ഷിച്ചാൽ അമുസ്ലിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾ ആ വിവരണത്തിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? ആലത്താങ്കുഴിയിൽ മൊയ്തീൻ്റെ മുമ്പാകെ പ്രത്യക്ഷനായത് സാക്ഷാൽ പടച്ചവനാണെന്നാണ് മൊയ്തീൻ പറഞ്ഞത്. മൊയ്തീൻ അക്കാര്യം തറമൽ തങ്ങളോട് പറഞ്ഞപ്പോൾ അയാളും അത് വിശ്വസിച്ചു. എന്തുകൊണ്ടായിരിക്കും പുഞ്ചപ്പാടത്ത് പ്രത്യക്ഷപ്പെട്ട ആൾ പടച്ചവനാണെന്ന് മൊയ്തീന് തോന്നിയത്? തറമൽ തങ്ങളും അത് അംഗീകരിച്ചത്? ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു കാരണമേ കാണുന്നുള്ളൂ. മൊയ്തീൻ്റെ പുരയിടത്തിലുള്ള ഒരു തെങ്ങിൽ നിന്ന് വേണ്ടത്ര കള്ള് എടുത്തോളാൻ അപരിചിതം പറയുന്നുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കും വന്നത് പടച്ചവനാണെന്ന് അവർക്ക് മനസ്സിലായത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. മൊയ്തീനും കുടുംബത്തിനും ജീവിക്കാൻ ആവശ്യമായ വരുമാനം ആ ഒരു തെങ്ങിൽ നിന്ന് ലഭിക്കുന്ന കള്ള് ചക്കരയാക്കി മാറ്റിയാൽ കിട്ടുമെന്നാണ് അപരിചിതം പറഞ്ഞത്. ഇത് 2013 മെയ് മാസത്തിലെ ഇന്ത്യൻ നാളികേര ജേണലാണ്. അതിൻ്റെ 9-ാമത്തെ പേജിൽ ആലപ്പുഴയിലെ ചങ്ങരം നാളികേരോൽപാദക സംഘം പ്രസിഡന്റ് വിജയാനന്ദ കൈമൾ എന്ന വ്യക്തിയുടെ ഒരു കത്ത് അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ പറമ്പിലെ 35 തെങ്ങുകൾ കള്ളെത്താനായി കൊടുത്തിട്ടുണ്ട്. ഒരു തെങ്ങിൽ നിന്നും ദിവസവും ശരാശരി 2 ലിറ്റർ കള്ള് കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പണ്ടത്തെ കാലത്തായതുകൊണ്ട് അതിൻ്റെ ഇരട്ടി 4 ലിറ്റർ കള്ള് കിട്ടുമെന്ന് വെച്ചോ. എന്നാലും അത് വറ്റിച്ച് കരിപ്പട്ടി ചക്കരയാക്കിയാൽ 1 കിലോ ചക്കര കിട്ടിയെങ്കിലായി. അതുകൊണ്ടൊന്നും ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റില്ലല്ലോ. കുറഞ്ഞത് 19 ലിറ്റർ മധുരക്കള്ളെങ്കിലും കിട്ടിയാലേ അത് തിളപ്പിച്ച് വറ്റിച്ച് ചക്കരയുണ്ടാക്കി വിറ്റാൽ ഒരു കുടുംബത്തിന് കഴിയാനുള്ള പണം കിട്ടുകയുള്ളൂ. അന്നത്തെ കാലത്ത് കള്ളിനും ചക്കരയ്ക്കുമൊന്നും വലിയ വിലയുണ്ടായിരുന്നില്ല എന്നോർക്കണം. കാരണം ഇന്നത്തേതുപോലെ കർശനമായ അബ്കാരി നിയമങ്ങളൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ആളുകൾ തങ്ങൾക്ക് ആവശ്യമുള്ള തെങ്ങിൻ ചക്കര പോലെയുള്ള സാധനങ്ങളൊക്കെ സ്വന്തം വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചിരുന്ന കാലമായിരുന്നു അത്. മാർക്കറ്റിൽ ചക്കരയ്ക്ക് അധികം ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. കാരണം മാർക്കറ്റിൽ പോയി വാങ്ങേണ്ട കാര്യമില്ല, വീട്ടിലുണ്ടാക്കുകയാണല്ലോ. അപ്പോൾ ഡിമാൻഡ് കുറയുമ്പോൾ സ്വാഭാവികമായും വിലയും കുറയും. അപ്പോൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് വിറ്റാൽ മാത്രമേ കുടുംബച്ചെലവ് കഴിഞ്ഞു പോകാനുള്ള അത്രയും പണം ഇതിന് കിട്ടുകയുള്ളൂ. ചക്കര അത്ര അധികം കൂടുതലുണ്ടാക്കിയെങ്കിൽ മാത്രമേ. അപ്പോൾ കൂടുതൽ ചക്കര ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ കൂടുതൽ കള്ള് വേണം. മൊയ്തീൻ്റെ പറമ്പിലെ ഒറ്റ തെങ്ങിൽ നിന്നാണ് ഈ കള്ള് മുഴുവൻ വരുന്നത്. ഒരൊറ്റ തെങ്ങിൽ നിന്ന് ഇത്രയധികം കള്ള് വരണമെങ്കിൽ കള്ളിൻ്റെ ഒരു ചെറിയ അരുവി ആ തെങ്ങിൽ നിന്നും ഒഴുകിക്കൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ മൊയ്തീൻ്റെ കുടുംബം പോറ്റാൻ ആവശ്യമായ ചക്കര ഉൽപ്പാദിപ്പിക്കാൻ മൊയ്തീന് സാധിക്കുകയുള്ളൂ. കള്ളിൻ്റെ അരുവി എന്ന് പറഞ്ഞാൽ അത് പടച്ചോൻ്റെ സുബർക്കത്തിലുള്ള സാധനമാണല്ലോ. സുബർക്കത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കള്ളിൻ്റെ അരുവിയുടെ ഒരു ഭാഗം, ഒരു ചെറിയ തോട് പടച്ചോൻ മൊയ്തീൻ്റെ തെങ്ങിലേക്ക് തിരിച്ചു വിടാതെ മൊയ്തീൻ എങ്ങനെയാണ് ഇത്രയും കള്ള് കിട്ടുക? അപ്പോൾ ഈ ഒരൊറ്റ സംഗതിയുടെ അടിസ്ഥാനത്തിലാണ് വന്നത് പടച്ചോനാണെന്ന് മൊയ്തീൻ വിചാരിച്ചതും തറമൽ തങ്ങൾ അത് അംഗീകരിച്ചതും എന്ന് ചിന്തിക്കുകയേ തൽക്കാലം നമുക്ക് നിർവാഹമുള്ളൂ. മൊയ്തീൻ്റെ മുന്നിൽ പടച്ചോൻ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം മൊയ്തീന് വന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതുവരേക്കും കൃഷിയും കാര്യങ്ങളുമായി നടന്നിരുന്ന ആ മനുഷ്യൻ്റെ ജീവിതം അതോടെ തകിടം മറിയുകയാണ്. അയാൾ ആകെ പരിഭ്രാന്തനാകുന്നു, അഥവാ അയാൾക്ക് ഹാലിളകുന്നു.
അയാൾ വാൾക്കത്തിയും പിടിച്ചാണ് പിന്നെ നടക്കുന്നത്. അയാൾ പറഞ്ഞത് വിശ്വസിച്ച് ഹാലിളക്കം ബാധിച്ച വേറെ കുറേ ആൾക്കാർ അയാളുടെ കൂടെ കൂടുന്നു. വടികളും ഏറനാടൻ കത്തികളും കയ്യിൽ പിടിച്ച് അവർ കാഫിറുകളെ പോരിന് വിളിച്ച് പൊരുതി മരിക്കാൻ തയ്യാറായി നടക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ആലത്താങ്കുഴിയിൽ മൊയ്തീന് പടച്ചോൻ പ്രത്യക്ഷപ്പെട്ടതോടെ അയാളുടെ സമാധാനം മൊത്തം പോയി. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ സമാധാനവും പോയി. അവിടെ ഉണ്ടായിരുന്ന അമുസ്ലിങ്ങളുടെ സമാധാനവും പോയി. മൊത്തം ആ പ്രദേശത്തിലുള്ള എല്ലാവരുടെയും സമാധാനം പോയി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? 7-ാം നൂറ്റാണ്ടിൽ ഒരുത്തൻ ഗുഹയിൽ കയറി ഒളിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ അവൻ്റെ മുമ്പിലും ഒരു അപരിചിതം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അതോടെ അവൻ്റെ സമാധാനം പോയി, അവൻ്റെ കൂടെയുള്ളവരുടെ സമാധാനവും പോയി, ആ നാട്ടിലുള്ളവരുടെ സമാധാനം പോയി. അവൻ കാരണം ഇന്ന് വരെ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും സമാധാനവും പോയി. ഇതൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആലത്താങ്കുഴിയിൽ മൊയ്തീൻ്റെ മുമ്പാകെ പടച്ചോൻ പ്രത്യക്ഷപ്പെട്ടതായാലും, അല്ല 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദിൻ്റെ മുമ്പ് മലക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞാലും ആ ഫലമൊക്കെ ഒന്ന് തന്നെയാണ്. അവരുടെ സമാധാനം ഇല്ലാതായിപ്പോയി. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, പിശാച് വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് എന്ന്. പിശാച് ഒരാളുടെ മുമ്പാകെ വന്നാൽ ആദ്യം തന്നെ അയാളിൽ നിന്ന് മോഷ്ടിക്കുന്നത് അയാളുടെ സമാധാനമാണ്. പിന്നെ അയാൾ സമാധാനമില്ലാതെ അലയും. അത് 7-ാം നൂറ്റാണ്ടിലായാലും 19-ാം നൂറ്റാണ്ടിലായാലും ഈ 21-ാം നൂറ്റാണ്ടിലായാലും ഒരു മാറ്റവുമില്ല. അതങ്ങനെ തന്നെ ആയിരിക്കും. ഏതായാലും ഇങ്ങനെ ഹാലിളകി നടക്കുന്ന ടീംസ് പല പല കാര്യങ്ങളും പ്രവചിക്കാനൊക്കെ തുടങ്ങി. ഹാലിളക്കം ബാധിച്ച കുറേ എണ്ണം ചെമ്പൻ പോക്കർ എന്ന കലാപ നേതാവിൻ്റെ ഖബറിനരികിൽ നിന്ന് നിസ്കാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാഴ്ചക്കിടയിൽ ആ സ്ഥലത്ത് രാത്രിയിൽ ഒരു പള്ളി പൊങ്ങി വരുമെന്നും 2 രാവുകളും പകലുകളും ഈ പള്ളി പൂർണ്ണമായ ഇരുട്ടിലായിരിക്കുമെന്നും അരുളി ചെയ്തു. തദ്ദേശത്തെ മാപ്പിളമാർ ആകാംക്ഷാപൂർവം 7-8 രാവുകളും പകലുകളും കാത്തു നിന്നുവെങ്കിലും പള്ളിയോ ഇരുട്ടോ മാത്രം ഉണ്ടായി കണ്ടില്ല. വീണ്ടും കഴിഞ്ഞ കർക്കിടകത്തിൽ പ്രബലരായ ചില മാപ്പിളമാർ തങ്ങളുടെ അജ്ഞരായ ഹിന്ദു അയൽവാസികളെ, നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്നത് അജ്ഞാതരായ എന്നാണ്, അത് അച്ചടി പശകാണ്, അജ്ഞാതരായ എന്നല്ല, അജ്ഞരായ ഹിന്ദു അയൽവാസികളെ എന്നതാണ് ശരി. അജ്ഞരായ ഹിന്ദു അയൽവാസികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് 40,000 പേർക്കുള്ള ഭക്ഷ്യസാധനങ്ങളും വെടിക്കോപ്പുകളുമായി ഒരു വലിയ കപ്പൽ വന്നടുക്കുമെന്നാണ്. അത്രയും ആളുകളെ കപ്പലെത്തുന്നതിന് മുമ്പ് അണിനിരത്താൻ കഴിഞ്ഞാൽ അവർ, അതായത് മാപ്പിളമാർ, രാജ്യം ജയിച്ചടക്കുകയും ഹിന്ദുക്കൾ അപ്രത്യക്ഷമാകുകയും ചെയ്യും. ഈ കാലത്താണ് പല തീയ ജാതിക്കാരും മറ്റുള്ളവരും മുസ്ലിം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത്. കുറേ ദിവസങ്ങൾ എത്രയോ മാപ്പിളമാർ ഒരു ജോലിയും ചെയ്യാതെ അലസജീവിതം നയിച്ചതായി പറയുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന പ്രതീക്ഷയോടെ ഹലാർമാർ എങ്ങും സംസാര വിഷയമായിരുന്നു. പലരും അത് കാര്യമായി എടുത്തു. വില്യം ലോഗൻ മലബാർ മാനുവൽ പേജ് 356. മലബാറിലെ മാപ്പിളമാരുടെ പോരാട്ട വീര്യത്തെക്കുറിച്ചൊക്കെ നെടുനെടുങ്കൻ ഡയലോഗ് അടിക്കുന്ന സാംസ്കാരിക നായകന്മാരെ കാണുമ്പോൾ ചരിത്രബോധം ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരാറ്. 40,000 പേർക്കുള്ള ആഹാരവും വെടിക്കോപ്പുകളുമായി ഒരു കപ്പൽ വരും. ആ കപ്പൽ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ അധികാരം ഞങ്ങൾ പിടിച്ചെടുക്കും, ഇവിടുത്തെ ഹിന്ദുക്കളെയെല്ലാം ഞങ്ങൾ തട്ടിക്കളയും എന്ന് പറഞ്ഞപ്പോഴേക്കും, തട്ടിക്കളയുക എന്നല്ല, അപ്രത്യക്ഷമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്രത്യക്ഷമാകുക എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് ശൂന്യതയിൽ ലയിച്ചില്ലാതാവുകയൊന്നുമല്ലല്ലോ, ഇല്ലാതാക്കി കളയുകയാണെന്ന് കേട്ടവർക്ക് മനസ്സിലായി. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും പേടിച്ച് മതം മാറിയ ടീംസാണ് ഇവരൊക്കെ. പണ്ട് ഹൈദരാലിയും പിന്നെ അവൻ്റെ മോൻ ടിപ്പുവും വന്നപ്പോൾ കഴുത്ത് കണ്ടിക്കപ്പെടാതിരിക്കാൻ വേറൊരു അവയവത്തിൻ്റെ അറ്റം കണ്ടിച്ച് ജീവൻ രക്ഷിച്ചവരുടെ പിൻതലമുറക്കാരാണ് 1843 ആയപ്പോൾ, അതായത് ടിപ്പു വന്ന് കഴുത്തിൽ വാൾ വെച്ച് മതം മാറ്റിപ്പോയി ഒരു തലമുറ കഴിഞ്ഞപ്പോൾ, അടുത്ത തലമുറയിലേക്ക് എത്തിയപ്പോൾ, അങ്ങനെ മതം മാറ്റപ്പെട്ടവരുടെ മക്കൾ ബാക്കിയുള്ള ഹിന്ദുക്കളോട് പറയുന്നത് 40,000 പേർക്കുള്ള ആഹാരവും വെടിക്കോപ്പുകളുമായി ഒരു കപ്പൽ വരും, കപ്പൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അപ്രത്യക്ഷമാകും എന്ന്. കപ്പൽ വരുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാതെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പേടിച്ച് മതം മാറിയ ആ ടീംസിനെ കുറിച്ചാണ് ഇന്ന് പോരാട്ട വീര്യമുള്ള മലബാർ മാപ്പിളമാർ എന്നൊക്കെ ഓരോരുത്തന്മാർ തള്ളുന്നത്. ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അടി എന്ന് തികച്ച് പറയേണ്ട കാര്യമില്ല, ആ എന്ന് പറയുമ്പോഴേക്കും അവർ സ്ഥലം വിട്ടിട്ടുണ്ടാവും, പേടിച്ചോടിയിട്ടുണ്ടാവും. അമ്മാതിരി ടീംസാണ് ഇവർ. കപ്പൽ വരുമെന്ന് കേട്ടതേ ഉള്ളൂ, അപ്പം തന്നെ പേടിച്ച് മതം മാറി, കപ്പലൊട്ട് വന്നതുമില്ല. ഇവരൊക്കെയാണ് പോരാട്ട വീര്യമുള്ള ആളുകൾ. സത്യത്തിൽ ഇവരുടെ പോരാട്ട വീര്യമെന്ന് പറയുന്നത് നിരായുധരായ അമുസ്ലിങ്ങളെ കാണുമ്പോൾ കത്തിയെടുത്ത് കുത്തുന്നതും വാൾക്കത്തി കൊണ്ട് വെട്ടിക്കൊല്ലുന്നതും മറ്റുമാണ്. എന്നിട്ട് ബ്രിട്ടീഷ് പോലീസ് വരുന്നെന്ന് കേൾക്കുമ്പോൾ ഓടിപ്പോയി ഏതെങ്കിലും അമ്പലത്തിലോ അല്ലെങ്കിൽ അമുസ്ലിങ്ങളുടെ വീടുകളിലോ കയറി ഒളിച്ചിരിക്കുന്നതും അവസാനം വെടികൊണ്ട് ചാകുന്നതോ അല്ലെങ്കിൽ ശിപ്പായിമാരാൽ തല്ലിക്കൊല്ലപ്പെടുന്നതോ ഒക്കെയാണ്. അതിൽ കൂടുതൽ ഒരു പോരാട്ട വീര്യവും യുവമാർക്കില്ല.
പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഭയപ്പെടുത്തി മാത്രമല്ല നുണ പറഞ്ഞും കൂടിയാണ് ഇവർ മതത്തിൽ ആളെ ചേർത്തത്. 40,000 പേർക്കുള്ള ഭക്ഷണവും വെടിക്കോപ്പുമായി കപ്പൽ വരുമെന്ന് കള്ളം പറഞ്ഞ് ആൾക്കാരെ മതത്തിൽ ചേർക്കുകയായിരുന്നു. നുണ പറഞ്ഞ് ആളെ ചേർക്കുന്ന പരിപാടി മുസ്ലിങ്ങൾക്ക് അന്ന് മാത്രമല്ല ഇന്നും ഉണ്ട്. ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ ഇന്നും ഈ ദാവാക്കാർ ഒരു മടിയുമില്ലാതെ നുണ പറയും. ഈ നുണകളിൽ വിശ്വസിച്ച ആളുകൾ ഇസ്ലാമിലേക്ക് മതം മാറുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാടുകളിൽ തന്നെ എത്രയോ പേരങ്ങനെ പെട്ടുപോയവരുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലും ഇവരുടെ നുണകൾ വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് മതം മാറിയ ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ദാവാക്കാരുടെ നുണകൾ വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് മാറിയവരിൽ നിന്നും അവിടെ ഇസ്ലാമിലേക്ക് മാറിയവർക്ക് ഒരു വ്യത്യാസമുണ്ട്. ഇസ്ലാമിനകത്ത് ചെന്നുപെട്ടതിന് ശേഷം ദാവാക്കാർ നുണ പറഞ്ഞ് പറ്റിച്ച് മതം മാറ്റിയതാണ് എന്നവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ അവർ ഇസ്ലാം ഉപേക്ഷിച്ച് തങ്ങളുടെ പാട്ടിന് പോകും. ഇവിടെയുള്ളവരെ പോലെ തിരിച്ചു പോയാൽ തൻ്റെ ജീവനെടുക്കുമോ എന്ന് പേടിച്ച് ഇസ്ലാം മതത്തിൽ തന്നെ തുടരുന്നവരെ പോലെ അല്ല അവർ. അമേരിക്കയിലൊരു ഇമാമുണ്ട്, ഇമാം ലുക്മാൻ അഹമ്മദ്. ഈ ഇമാം ലുക്മാൻ അഹമ്മദിൻ്റെ ബ്ലോഗിൽ അങ്ങേര് കിടന്ന് കരയുകയാണ്. പാശ്ചാത്യ ലോകത്ത് ഇസ്ലാം സ്വീകരിക്കുന്ന 10-7 പേർ 3 കൊല്ലം കൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ച് പോവുകയാണ്. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവർ ഇസ്ലാം ഉപേക്ഷിക്കുന്നത്. നമ്മൾ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അവർ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് കരച്ചിൽ. 10 പേര് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അവിടുത്തെ കോയമാർ 10 പേരുടെയും വീഡിയോ ഒക്കെ പിടിച്ച് യൂട്യൂബിലിടും. 3 കൊല്ലം കഴിഞ്ഞ് അതിൽ 7 പേരും ഇസ്ലാം വിട്ടുപോയാലും ആ വീഡിയോ ഒക്കെ അങ്ങനെ തന്നെ അവിടെ കിടക്കും. ബാക്കിയുള്ള 3 പേര് പിന്നീടുള്ള വർഷങ്ങളിൽ എപ്പോഴെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ചിട്ടുണ്ടാകും. എന്നാലും ഇവരുടെയൊക്കെ വീഡിയോ അവിടെ തന്നെ കിടക്കും. ആ വീഡിയോ കാണിച്ചിട്ട് ഇവിടെയുള്ള ദാവാക്കാർ മദ്രസ പൊട്ടന്മാരോട് പറയും, കണ്ടില്ലേ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ആളുകൾ കൂട്ടം കൂട്ടമായി നമ്മുടെ ദീനിലേക്ക് വരുന്നുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ ഇവിടുത്തെ ദീനികൾക്ക് വലിയ സന്തോഷമാകും. പിന്നെ അത് അവരെല്ലായിടത്തും ചെന്ന് പറയും. ഈ വീഡിയോകളുടെ ലിങ്കുകളുണ്ടല്ലോ എല്ലാ യൂട്യൂബ് വീഡിയോകളുടെ കീഴിലും ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ കീഴിലൊക്കെ കൊണ്ട് ഒട്ടിച്ചു വയ്ക്കും. ഇസ്ലാമിക വിമർശനം നടത്തുന്ന വീഡിയോകളാകട്ടെ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളാകട്ടെ, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തും ആകട്ടെ, അവിടെയൊക്കെ ഈ മതം മാറ്റ വീഡിയോകളുടെ ലിങ്ക് കൊണ്ടിടും. പക്ഷെ നമ്മളവിടെ ചെന്ന് അന്വേഷിക്കുകയാണെങ്കിൽ അവനൊക്കെ പണ്ടേക്ക് ഇസ്ലാം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും. അത് വേറെ കാര്യം, ശിവരാഗ് കൊണ്ട് ഇടും. ഞമ്മൻ്റെ മതം ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെടുകയാണ്, നമ്മുടെ മതത്തിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി ഒഴുകുകയാണ് എന്നൊക്കെയുള്ള മിഥ്യാധാരണയിൽ ഈ മദ്രസ പൊട്ടന്മാർ കാലം കഴിക്കുകയും ചെയ്യും. 2010 ഇമാം ലുക്മാൻ അഹമ്മദ് പുതുതായി ഇസ്ലാം സ്വീകരിക്കുന്ന 10-7 പേരും ഇസ്ലാം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. 2014 കഴിഞ്ഞപ്പോഴും കാര്യങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. അതേ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങേര് പിന്നെയും പോസ്റ്റ് ഇട്ടു. വാസ്തവത്തിൽ മുസ്ലിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ല, ഇസ്ലാമിക പ്രമാണങ്ങളുടെ പൊള്ളത്തരം മനസ്സിലാക്കുന്നത് കൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചവർ അതിനെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നത് എന്ന് ഇമാമിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ കിടന്ന് വിലപിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. നടത്തിയ അരുളപ്പാടുകളൊന്നും സംഭവിക്കാതിരുന്നതോടെ മാപ്പിളമാരും മറ്റുള്ളവരും ഹലാർമാരെ അപഹസിക്കാൻ തുടങ്ങി. ഇതിൽ കുപിതരായ ഹലാർമാർ ഒരു ഏറ്റുമുട്ടലുണ്ടാക്കി സ്വയം ജീവനൊടുക്കാൻ വെമ്പൽ കൊണ്ടു. മുടി നീട്ടി വളർത്തിയ അറബിക്കാരൻ തങ്ങൾ എന്ന ഒരു മതപുരോഹിതൻ കഴിഞ്ഞ 2 വർഷമായി തറമൽ തങ്ങളോടത്ത് താമസിക്കുകയായിരുന്നു. ധിക്കാർ, തക്ബീർ വിളി ഹലാർമാർക്ക് കിട്ടിയത് ഈ അറബി തങ്ങൾ ചൊല്ലിക്കൊടുത്തതാണെന്ന് പറയുന്നു. ഇതിനു മുമ്പ് തദ്ദേശീയർക്ക് ഏതൽ പ്രയോഗം പരിചിതമായിരുന്നില്ല. പുഞ്ചപ്പാടത്ത് ആദ്യം ഹാലിളക്കമുണ്ടായ ആളെ നാട്ടുകാർ പുഞ്ച തങ്ങൾ എന്ന് വിളിക്കാനിടയായി. 1843 ഡിസംബർ 4 ഒരു നായർ വേലക്കാരൻ ദേഹത്ത് ആഴമേറിയ 10 മുറിവുകളേറ്റ് കൊല്ലപ്പെട്ടതായി കണ്ടു. മേൽ വിവരിക്കപ്പെട്ട ഹാലിളക്കത്തിൻ്റെ ഇരയാണ് ഈ ഹതഭാഗ്യനെന്ന് വിശ്വസിക്കപ്പെട്ടു. വില്യം ലോഗൻ, മലബാർ മാനുവൽ, പേജ് 356. മുസ്ലിങ്ങൾക്ക് മതഭ്രാന്ത് മൂത്ത് ഹാലിളകിയാൽ കൊല്ലപ്പെടുന്നത് ഹിന്ദുക്കളായിരിക്കും. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ലാളിച്ച് നടക്കുന്ന ഇടത് വലത് രാഷ്ട്രീയക്കാർ ആ ഹാലിളക്കങ്ങളെയൊക്കെ കാർഷിക കലാപം എന്ന് പറഞ്ഞ് വൈറ്റ് വാഷ് ചെയ്ത് വിടുകയും ചെയ്യും. 4 വോട്ടിന് വേണ്ടി ഇവരൊക്കെ ഈ നാടിനോട് ചെയ്യുന്ന ദ്രോഹം എന്താണെന്നറിയാൻ 10-20 കൊല്ലം കൂടി കാത്തിരുന്നാൽ മതി. ഇന്ന് മതേതരത്വം പറഞ്ഞ് നടക്കുന്നവർക്കൊക്കെ അപ്പോൾ കാര്യം മനസ്സിലായിക്കൊള്ളും. മനസ്സിലായി, അപ്പോൾ പിടികിട്ടു ഇതൊക്കെ. എന്തായാലും നമുക്ക് മലബാർ മാനുവലിലേക്ക് മടങ്ങിപ്പോകാം. ഇതേ വർഷം ഡിസംബർ 11 ആനവട്ടത്ത് സൊലിമാനും വേറെ 9 പേരും ചേർന്ന് വള്ളുവനാട് താലൂക്കിൽപ്പെട്ട പാണ്ടിക്കാട് അംശമധികാരി കറുവണ്ണ ഗോവിന്ദമൂസദിനെയും അയാളുടെ ഒരു ഭൃത്യനെയും സ്നാനം ചെയ്യുന്നതിനിടയിൽ കൊല ചെയ്തു. ഇതിനുശേഷം കൊലയാളികൾ 2 ക്ഷേത്രം കയ്യേറി അശുദ്ധപ്പെടുത്തുകയും ക്ഷേത്രപ്രതിഷ്ഠകൾ തകർക്കുകയും ചെയ്തു. പിന്നീട് അടുത്ത ഒരു വീട്ടിൽ കയറി ഒളിച്ചിരുന്നു.
കോഴിക്കോട്ട് നിന്നും പാലക്കാട്ട് നിന്നും അയച്ച 2 ഡിറ്റാച്ച്മെൻറ്റുകളെ കൊണ്ടാണ് അക്രമികളെ കീഴടക്കാനും അവർ തുറന്ന സ്ഥലത്ത് വെച്ച് പട്ടാളക്കാരുടെ നേരെ ചാടി വീണപ്പോൾ വെടിവെച്ച് കൊല്ലാനും സാധിച്ചത്. വില്യം ലോഗൻ, മലബാർ മാനുവൽ, പേജ് 356. കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന നിരായുധരായ 2 ഹിന്ദുക്കളെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ ജിഹാദികൾ വെട്ടിക്കൊന്നത്. അവരെ വെട്ടിക്കൊല്ലുക മാത്രമല്ല, 2 അമ്പലങ്ങളിൽ കയറി ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രപ്രതിഷ്ഠകൾ തകർക്കുകയും ചെയ്തു. മതേതര മണ്ടന്മാരുടെ ദൃഷ്ടിയിൽ ഇതും കാർഷിക കലാപമാണ്. കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന നിരായുധരായ 2 ഹിന്ദുക്കളെ യാതൊരു കാരണവുമില്ലാതെ വെട്ടിക്കൊല്ലാനും അവരുടെ ക്ഷേത്രങ്ങൾ തകർക്കാനും ഈ മാപ്പിളമാരെ പ്രേരിപ്പിച്ച കാരണം എന്തായിരുന്നു? തീർച്ചയായും അത് സൂറ 9:5 ആണ്. സൂറ 9:5. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക എന്നുള്ള ആയത്താണ് അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന കറുമണ്ണ ഗോവിന്ദമൂസതും അയാളുടെ ഭൃത്യനും ബഹുദൈവ വിശ്വാസികളായ ഹിന്ദുക്കളാണ്. ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നുകളയാൻ ഖുർആനിൽ കൽപ്പനയുള്ളത് കൊണ്ടാണ് ആനവട്ടത്ത് സുലിമാനും വേറെ 9 പേരും ചേർന്ന് ആ ബഹുദൈവ വിശ്വാസികളെ കൊന്നുകളഞ്ഞത്. ഇവിടുത്തെ മുസ്ലിം നേതാക്കന്മാർ സൂറ 9:5 കൃത്യമായി തന്നെ ഇവിടെയുള്ള മുസ്ലിങ്ങളെ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെയുള്ള മുസ്ലിങ്ങൾ അത് പ്രയോഗത്തിലും വരുത്തിയിരുന്നു. മതേതര ബോധം മൂത്ത് ചരിത്രബോധം നഷ്ടപ്പെടുത്തി കളഞ്ഞ മണ്ടന്മാർക്ക് അതിനെക്കുറിച്ച് യാതൊരു പിടിയുമില്ലാത്തത് കൊണ്ടാണ് സത്യം വിളിച്ചു പറയുന്ന ഞങ്ങളെ വർഗീയവാദികളാക്കാൻ ശ്രമിക്കുന്നത്. ക്രൈസ്തവരൊക്കെ വർഗീയവൽക്കരിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഇവന്മാർക്ക് ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണ്. ഖുർആനിനകത്ത് സൂറ 9:5 ഉള്ള കാലത്തോളം മുസ്ലിങ്ങൾ അത് എപ്പോൾ വേണമെങ്കിലും പ്രയോഗത്തിൽ വരുത്താനുള്ള സാധ്യത ഡെമോക്ലീസിൻ്റെ വാള് പോലെ ഇവിടുത്തെ അമുസ്ലിങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട് എന്ന കാര്യം മറക്കാതിരുന്നാൽ അമുസ്ലിങ്ങൾക്ക് കൊള്ളാം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. 1849 മെയ് 26 ചക്കാലയ്ക്കൽ കമ്മത് കണാഞ്ചേരി ചീരുവിനെയും മറ്റൊരാളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് ശേഷം ഒരു പള്ളിയിൽ അഭയം തേടി. കൊലയാളിയെ സ്വയം കീഴടങ്ങുന്നതിന് പ്രേരിപ്പിക്കാൻ ചെർനാട് തഹസീൽദാർ ഒരു പത്താൻ പള്ളിയിലേക്ക് പോയപ്പോൾ കൊലയാളി നിവർത്തിയ കത്തിയുമായി തഹസീൽദാരെ നേരിട്ടു. എന്നാൽ കൂടെയുണ്ടായിരുന്ന പ്യൂൺ അന്ന് തന്നെ അവൻ്റെ കഥ കഴിച്ചു. വില്യം ലോഗൻ, മലബാർ മാനുവൽ, പേജ് 356-357. 1849 ആഗസ്റ്റ് 25 തോറങ്ങൽ ഉണ്ണിയാൻ പാടിതോടി തെയ്യുണ്ണിയെ കൊല ചെയ്തതിന് ശേഷം വേറെ 4 പേരോടൊപ്പം ഒരു അത്തൻ ഗുരുക്കളുടെ അടുക്കൽ അഭയം തേടി. അവരും മറ്റ് മാപ്പിളമാരും ചേർന്ന് അടുത്ത ദിവസം മാറാട്ട് നമ്പൂതിരിയുടെ ഭൃത്യനെയും മറ്റു 2 പേരെയും കൊല ചെയ്തു. അക്രമികൾ ഏറനാട് താലൂക്ക് ആസ്ഥാനമായ മഞ്ചേരിക്ക് അഭിമുഖമായി നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൽ കയറി അവിടെ നിലയുറപ്പിച്ചു. അവർ ക്ഷേത്രം അശുദ്ധമാക്കുകയും ഭാഗികമായി കത്തിച്ച് നശിപ്പിക്കുകയും ചെയ്തു. നേറ്റീവ് ഇൻഫൻട്രി 43-ാം റെജിമെൻറ്റിൽ നിന്ന് ഒരു ഡിറ്റാച്ച്മെൻറ്റുമായി ക്യാപ്റ്റൻ വാട്ട് മലപ്പുറത്ത് നിന്ന് മഞ്ചേരിക്ക് പോവുകയും ക്ഷേത്രം കയ്യേറാൻ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു. താലൂക്ക് കച്ചേരി സ്ഥിതി ചെയ്യുന്ന കുന്നിനെ ക്ഷേത്രവുമായി വേർതിരിക്കുന്ന നെൽപ്പാടത്തിലൂടെ എൻസിൻ വൈസിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്പനി പട്ടാളം ലഹളക്കാരെ നേരിടാൻ നീങ്ങി. 32 പേർ വരുന്ന ലഹളക്കാരെ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കാൻ ഒരു വലിയ പോലീസ് പാർട്ടിയും ഗ്രാമവാസികളുടെ കനത്ത സംഘത്തെയും മുന്നോടിയായി അയച്ചിരുന്നു. ഡിറ്റാച്ച്മെൻറ്റിലെ അവശേഷിക്കുന്ന വിഭാഗം കച്ചേരിക്കുന്നിൽ തന്നെ നിലകൊണ്ടു. അസിസ്റ്റന്റ് മജിസ്ട്രേറ്റ് മിസ്റ്റർ കോലറ്റ് ഉൾപ്പെടെ. എൻസിൻ വൈസിൻ്റെ പാർട്ടിയിൽ 4 പേരൊഴിച്ച് ഈ 4 പേരും തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. 4 പേരൊഴിച്ച് മറ്റെല്ലാവരും കുന്നിറങ്ങി തങ്ങളുടെ നേരെ കൊലവിളി നടത്തി പാഞ്ഞു വരുന്ന ലഹളക്കാരെ നേരിടാൻ വിസമ്മതിച്ചു. ആദ്യം ചാടി വീണ അക്രമിയെ വെടിയുണ്ടക്കിരയാക്കാൻ എൻസിൻ കാണിച്ച ധീരമായ മാതൃക കണ്ടിട്ട് പോലും അക്രമികളെ നേരിടാൻ പോയവർ ചിന്നിച്ചിതറി തോക്കുകൾ വലിച്ചെറിഞ്ഞ് പലായനം ചെയ്തു. അതോടെ അക്രമികൾക്ക് എൻസിൻ വൈസിനെയും അദ്ദേഹത്തോടൊപ്പം അവശേഷിച്ച 4 ഭടന്മാരെയും കീഴ്പ്പെടുത്തി കൊല ചെയ്യാൻ കഴിഞ്ഞു. വൈസിനെ മാരകമായി പരിക്കേൽപ്പിച്ചവനെ ബയണറ്റ് ചാർജ് ചെയ്ത് കൊന്നതിന് ശേഷമാണ് ഈ 4 ഭടന്മാരിൽ ഒരാൾ മരിച്ചു വീണത്. കച്ചേരിക്കുന്നിൽ നിൽപ്പുണ്ടായിരുന്നവരും സംഭവം കണ്ട് പ്രാണഭീതിയോടെ ഓടിമറഞ്ഞു. എൻസിൻ വൈസും സഹായികളായി നിന്ന 4 പേരും സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടപ്പോൾ അക്രമി സംഘത്തിലെ 3 പേരാണ് മരിച്ചു വീണത്. അക്രമികളിൽ പ്രധാന വിഭാഗം അപ്പോഴും നെൽപ്പാടത്തിനക്കരെ പതിയിരിക്കുകയായിരുന്നു. അവരിൽ ഒരാൾ പാടത്തേക്ക് കടന്നപ്പോൾ ഒരു കോൽക്കാരൻ്റെ വെടിയേറ്റ് നിലം പതിച്ചു. കമ്പനി ഗവൺമെൻറ്റിൻ്റെ രക്ഷാസന്നാഹങ്ങൾക്ക് കിട്ടിയ ഈ കനത്ത തിരിച്ചടിക്ക് പകരം വീട്ടാൻ
കൂടുതൽ ശക്തിയാർജിച്ച് സെപ്റ്റംബർ 3 മേജർ ഡെന്നിസിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്ന് 49 റെജിമെൻറ്റിൽ നിന്ന് ഒരു വിഭാഗവും പാലക്കാട്ട് നിന്ന് 39 റെജിമെൻറ്റിൻ്റെ മറ്റൊരു വിഭാഗവും മഞ്ചേരിയിലെത്തി. ഈ സമയം കൊണ്ട് മാപ്പിളമാരുടെ ആക്രമണ നിര ഗണ്യമായി ശക്തിപ്പെട്ടിരുന്നു. പുതുതായി പട്ടാളമെത്തിയതായി അറിഞ്ഞ രാത്രി തന്നെ ലഹളക്കാർ ആദ്യം ക്യാമ്പടിച്ച അമ്പലത്തിൽ നിന്ന് ഒഴിച്ചു പോവുകയും 12 നാഴിക അകലെയുള്ള അങ്ങാടിപ്പുറത്തിനടുത്ത ഭഗവതിക്കാവിൽ കേന്ദ്രീകരിക്കുകയും ചെയ്തു. വള്ളുവനാട് താലൂക്കിൻ്റെ ആസ്ഥാനമായിരുന്നു അങ്ങാടിപ്പുറം. കണ്ണൂരിൽ നിന്നുള്ള സൈന്യവിഭാഗത്തെ കോഴിക്കോട് വഴി അരീക്കോട് എത്തിച്ചു. സെപ്റ്റംബർ 4 വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട്ട് നിന്ന് പാലക്കാട്ടേക്കുള്ള ഗ്രേറ്റ് വെസ്റ്റേൺ റോഡിൽ 41 മൈൽക്കുറ്റിയിലും ഇതേ സ്ഥാനത്ത് റോഡിൻ്റെ തെക്ക് ഭാഗത്തെ തുറന്ന സ്ഥലത്തും വെച്ച് പിന്നീട് ഇത് അടച്ചിടുകയുണ്ടായി. തുറന്ന സ്ഥലം പിന്നീട് അടച്ചിട്ടു. 64 പേരോളം വരുന്ന അക്രമികളും പട്ടാളവും ഏറ്റുമുട്ടി. ഭവിഷ്യത്തുകൾ നോക്കാതെ ഇരമ്പി ആർത്തു വന്ന മാപ്പിളമാർ പട്ടാളത്തിൻ്റെ ബയണറ്റ് മുനകളിൽ സ്വയം എടുത്തെറിഞ്ഞു. തങ്ങളുടെ നാടൻ തോക്കുകളിൽ തോട്ടകൾ തീർന്നപ്പോൾ അവർ തങ്ങളുടെ പോർക്കത്തികളും വാളുകളും കുന്തങ്ങളും കൊണ്ട് അത്യുഗ്രമായി പട്ടാളത്തെ ചെറുത്തു. നിലം പതിച്ചപ്പോഴും പിടഞ്ഞെണീറ്റ് മുട്ടുകുത്തി വാളും കത്തിയും കുന്തവും പട്ടാളക്കാരുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു. അക്രമികൾ ഒന്നൊഴിയാതെ അക്ഷരാർത്ഥത്തിൽ തന്നെ വെട്ടിനുറുക്കപ്പെടും വരെ പോരാട്ടം തുടർന്നു. എല്ലാം കൂടി അരമണിക്കൂർ എടുത്തു. അവർ 64 പേരും ചത്തുവീണു. വില്യം ലോഗൻ, മലബാർ മാനുവൽ, പേജ് 357. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തി അവരെ കൊന്നിട്ടുള്ളവരാണ് മലബാർ മാപ്പിളമാരെന്ന് ഇന്നത്തെ മുസ്ലിങ്ങൾ പ്രചാരണം നടത്തുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. മലബാർ മാപ്പിളമാർ മതഭ്രാന്ത് മൂത്ത് ജിഹാദ് നടത്തി ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ കൊന്നു തള്ളുമ്പോൾ അത് തടഞ്ഞ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മാപ്പിളമാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വന്നിട്ടുള്ള എൻസിൻ വൈസിനെ പോലെയുള്ള ബ്രിട്ടീഷുകാരെയാണ് മലബാർ മാപ്പിളമാർ കൊന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരമാകുന്നത്? ഈ നാട്ടിലുള്ളവരോട് ക്രൂരത കാണിച്ചിട്ടുള്ള ധാരാളം ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. അവർക്കെതിരെ ഒന്നും ഈ മലബാർ മാപ്പിളമാർ കൈ ഉയർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പല മാപ്പിളമാരും അത്തരം ബ്രിട്ടീഷുകാരുടെ കൈക്കാരന്മാരായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ ഒരു സംഭവം പറയാം, ഒരാളെക്കുറിച്ച്. മർഡോക്ക് ബ്രൗൺ എന്ന സ്കോട്ട്ലാൻഡുകാരനായ സായിപ്പിന് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കട്ടയിലുണ്ടായിരുന്ന തോട്ടത്തിലേക്ക് വേണ്ടി ഈ നാട്ടിലുള്ള സാധാരണക്കാരെ അടിമകളാക്കി പിടിച്ചുകൊണ്ട് വന്നിരുന്നത് ഹസൻ അലി മാപ്പിളയും അതുപോലെയുള്ള മറ്റ് പല മാപ്പിള പ്രമാണികൾ അല്ലെങ്കിൽ മാപ്പിള അടിമ കച്ചവടക്കാരൊക്കെ ആയിരുന്നു. അതിൻ്റെ ചരിത്രം ഞാൻ ചെറുതായിട്ടൊന്ന് വിവരിക്കാം. 2020 മെയ് ഓഗസ്റ്റ് ലക്കത്തിലെ മലയാളം റിസർച്ച് ജേണൽ 13-ാം വാല്യത്തിൽ ബ്രിട്ടീഷ് മലബാറിലെ അടിമ ക്രിസ്ത്യാനികളും ബാസൽ മിഷൻ പ്രസ്ഥാനവും 1835-1855 എന്ന പേരിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥിയായ ശ്രീ വിനിൽ പോൾ എഴുതിയ ഗവേഷണ പ്രബന്ധത്തിനെയാണ് ഈ ചരിത്രം പറയാൻ ഞാൻ പ്രധാനമായും ആശ്രയിക്കുന്നത്. ഹൈദരാലിയുടെ ആക്രമണ സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരുടെ വെള്ളപ്പട്ടാളത്തിൻ്റെ സഹായം കോലത്തിരി രാജാവിൻ്റെ സാമന്തന്മാരായിരുന്ന തലയിലച്ചന്മാർക്ക് രക്ഷ നൽകുകയുണ്ടായി. ഈ സഹായത്തിന് നൽകാമെന്ന് ഏറ്റിരുന്ന പ്രതിഫലം യഥാസമയം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകാതെ വന്നപ്പോൾ ഇന്നത്തെ അഞ്ചരക്കണ്ടി പുഴയുടെ ഇരുകരയിലുമുള്ള ഭൂമിയുടെ നികുതി പിരിക്കാനുള്ള അവകാശം തലയിലച്ചന്മാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകി. 1793 ഏപ്രിലോടുകൂടി ഈ പ്രദേശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പരിപൂർണ നിയന്ത്രണത്തിലായി. രണ്ടത്തറ അച്ഛന്മാർ എന്നറിയപ്പെട്ടിരുന്ന ആയില്യത്ത്, അരേടത്ത്, കണ്ടോത്ത്, പള്ളിയാത്ത് എന്നീ 4 കുടുംബങ്ങളുടെ അധീനതയിലായിരുന്നു ഇന്നത്തെ അഞ്ചരക്കണ്ടി പ്രദേശം മുഴുവൻ. കണ്ടി എന്ന് പറഞ്ഞാൽ വലിയ കൃഷിയിടം എന്നാണ് അർത്ഥം. 1790-കളിൽ കുരുമുളക്, കാപ്പി, കറപ്പ, ചന്ദനം തുടങ്ങിയവ കൃഷി ചെയ്യുന്നതിനായി ബ്രിട്ടീഷുകാർ 5 കണ്ടികൾ, അതായത് 5 വലിയ കൃഷിയിടങ്ങൾ രണ്ടത്തറ അച്ഛന്മാരിൽ നിന്നും വില കൊടുത്തു വാങ്ങി. പിന്നീട് തോണിയിൽ സാധനങ്ങൾ കയറ്റുവാനും ഇറക്കുവാനുമായി അര കണ്ടി കൂടി വെള്ളക്കാർ വാങ്ങി. അങ്ങനെ മൊത്തം കൃഷി ചെയ്യാൻ 5 കണ്ടിയും ഈ സാധനങ്ങൾ ഇറക്കാനും ഇതിനൊക്കെ ആയിട്ട് അരക്കണ്ടി, അങ്ങനെ മൊത്തം 5.5 കണ്ടി അവിടെ ബ്രിട്ടീഷുകാർ വാങ്ങി. ഇതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് പിൽക്കാലത്ത് അഞ്ചരക്കണ്ടി എന്നറിയപ്പെടാൻ തുടങ്ങി, അല്ലെങ്കിൽ ആ സ്ഥലത്തിന് പേര് അങ്ങനെ വരാൻ തുടങ്ങിയത്. ബോംബെ പ്രസിഡൻസിയുടെ മേൽനോട്ടത്തിൽ വിവിധങ്ങളായ സുഗന്ധദ്രവ്യങ്ങൾ കൃഷി ചെയ്യാനുള്ള ഒരു പരീക്ഷണത്തോട്ടം എന്ന നിലയിലും കമ്പനിയുടെ മലബാറിലെ സുഗമമായ ഭരണത്തിനുള്ള മുന്നോടി എന്ന നിലയിലും ആരംഭിച്ച ഒരു തോട്ടമായിരുന്നു അഞ്ചരക്കണ്ടിയിലേത്. ദക്ഷിണേന്ത്യയിലെ വാണിജ്യമുഖത്ത് സജീവ സാന്നിധ്യമായിരുന്ന മർഡോക്ക് ബ്രൗൺ എന്ന സ്കോട്ട്ലൻഡുകാരനായിരുന്നു അതിൻ്റെ ഓവർസിയർ. ഇയാളുടെ ഭാര്യ ഫ്രഞ്ചുകാരിയായിരുന്നു. ഇയാൾ ആദ്യം ഫ്രഞ്ചുകാരോടൊപ്പമാണ് ഉണ്ടായിരുന്നത്, മാഹിയിലൊക്കെ ആയിട്ട് ഫ്രഞ്ച് സർവീസിലുണ്ടായിരുന്നതാണ്. പിന്നെ അവിടെ നിന്ന് വിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് ഇയാൾ പോലീസ് സൂപ്രണ്ടൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ബ്രിട്ടീഷുകാരിൽ പലർക്കും അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ഫ്രഞ്ച് സർവീസിലുണ്ടായിരുന്ന ആൾ ഇവിടെ വന്നിട്ട് പോലീസിൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. എന്നിട്ടാണ് പിന്നീട് ഈ അഞ്ചരക്കണ്ടി തോട്ടത്തിൻ്റെ ഓവർസിയറായിട്ട് ഈ മർഡോക്ക് ബ്രൗണിനെ നിയമിക്കുന്നത്.
ഈ മർഡോക്ക് ബ്രൗൺ എന്ന് പറയുന്നത് കുറഞ്ഞ പുള്ളിയൊന്നുമല്ല. 7 യൂറോപ്യൻ ഭാഷകളും 6 പൗരസ്ത്യ ഭാഷകളും നന്നായി സംസാരിച്ചിരുന്ന ഈ മർഡോക്ക് ബ്രൗൺ ബ്രിട്ടീഷ് ഭരണകാലത്തെ ഒരു പ്രധാന വ്യക്തിത്വമായിരുന്നു. മലബാറിലെ ജനങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും അദ്ദേഹത്തോളം അറിവുള്ള ഒരു യൂറോപ്യനും ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്നാണ് ബ്രിട്ടീഷുകാർ തന്നെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. അത്ര പ്രഗത്ഭനായൊരു വ്യക്തിയാണ്. അപ്പോൾ തോട്ടത്തിലെ പണികൾ വർദ്ധിക്കുന്നതനുസരിച്ച് തൊഴിലാളികളെ ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ ബോംബെ പ്രസിഡൻസിക്ക് മലബാറിൽ ആളുകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന രീതി ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ബ്രൗൺ ഒരു അപേക്ഷ സമർപ്പിച്ചു. ഈ അപേക്ഷ അംഗീകരിക്കപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 1799കളുടെ തുടക്കത്തിൽ 45 പുലയരെ ചാവക്കാട്ട് നിന്ന് വാങ്ങുകയും ചെയ്തു. തോട്ടത്തിലെ ഓവർസിയർ ആയിരുന്ന മർഡോക്ക് ബ്രൗൺ പിന്നീട് അഞ്ചരക്കണ്ടി തോട്ടത്തിലെ മറ്റു ഓഹരിക്കാരുടെ വിഹിതങ്ങളെല്ലാം സ്വന്തമാക്കുകയും 1802 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും 99 വർഷത്തേക്ക് ഈ തോട്ടം പാട്ടത്തിനെടുക്കുകയും ചെയ്തു. സ്വന്തം പേരിൽ തോട്ടത്തിൻ്റെ കരാർ ലഭിച്ചു കഴിഞ്ഞപ്പോൾ മർഡോക്ക് ബ്രൗൺ ചെയ്തത് തോട്ടത്തിലെ ജോലികൾക്കായി കൊച്ചി രാജ്യത്തു നിന്നും തിരുവിതാംകൂർ രാജ്യത്തു നിന്നും കുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് അടിമകളാക്കി തോട്ടത്തിൽ പണിയെടുപ്പിക്കുന്നതായിരുന്നു. ഇയാൾക്ക് മുമ്പ് ഈ ബോംബെ പ്രസിഡൻസിയിൽ നിന്ന് ലഭിച്ചൊരു അധികാരപത്രമുണ്ട്. അതായത് തോട്ടത്തിൽ ആൾ കുറവാണ്, ആളുകളെ വാങ്ങണം. ഈ മലബാറിൽ ആളുകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പരിപാടിയുണ്ട്. അടിമക്കച്ചവടമൊക്കെ ഉള്ളതാണ്. 1843 ബ്രിട്ടീഷ് ഇന്ത്യയിൽ അടിമക്കച്ചവടം നിർത്തലാക്കുന്നത്. അതിന് മുമ്പുള്ള സമയത്ത് അവിടെ അടിമകളെ ഇങ്ങനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ബോംബെ പ്രസിഡൻസിക്ക് എഴുതുകയും അവർ അനുവാദം കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്തേക്ക് കുറച്ച് പേരെ വാങ്ങാനാണ് അനുവാദം കൊടുത്തത്. അതിന് 45 പേരെ വാങ്ങി. പക്ഷേ അധികാരപത്രം കയ്യിൽ വെച്ചിട്ട് ഇയാൾ ധാരാളം പേരെ അടിമകളായിട്ട് വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. ഈ പാസ്സൊക്കെ മണലിന് പാസ്സൊക്കെ എടുക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മണലിൻ്റെ പാസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പാസ് വെച്ചിട്ട് 10 ലോഡ് മണ്ണൊക്കെ അടിക്കും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇയാൾ ഇത് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ മർഡോക്ക് ബ്രൗണിന് വേണ്ടി കൊച്ചിയിൽ നിന്നും തിരുവിതാംകൂറിൽ നിന്നും ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ തട്ടിക്കൊണ്ടു വന്നിരുന്നതെല്ലാം മാപ്പിള കച്ചവടക്കാരായിരുന്നു. ആ കച്ചവടക്കാരിൽ പ്രധാനിയായിരുന്നു മാഹിക്കാരൻ അസൻ അലി മാപ്പിള. 1810 ആയപ്പോഴേക്കും ഈ അസൻ അലി മാപ്പിള മാത്രം 400-ലധികം ആളുകളെയാണ്, അതിൽ ഭൂരിഭാഗവും കുട്ടികളാണ്, തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന് അഞ്ചരക്കണ്ടി തോട്ടത്തിൽ എത്തിച്ചത്. 400-ലധികം ആളുകളെ. അഞ്ചരക്കണ്ടി തോട്ടത്തിലെ ഈ ക്രൂരത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനെതിരെ ശക്തമായി നടപടിയെടുത്ത ആളായിരുന്നു ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനായിരുന്ന തോമസ് ഹാർവറി ബാർബർ എന്ന ജില്ലാ മജിസ്ട്രേറ്റ്. ഈ ബാബറിൻ്റെ അന്വേഷണത്തിൽ മർഡോക്ക് ബ്രൗണും അയാൾക്ക് അടിമകളെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്ന വളപ്പിൽക്കാട്ട് അസൻ അലി ഉൾപ്പെടെയുള്ള അടിമക്കച്ചവടക്കാരായ നിരവധി മാപ്പിളമാരും പിടിയിലായി. അതിനുശേഷം ആ തോട്ടത്തിലെ രേഖകളിലില്ലാത്ത 55 അടിമക്കുട്ടികളെയും തട്ടിക്കൊണ്ടുവന്ന അടിമകളാക്കപ്പെട്ട മേൽജാതി കുട്ടികളെയും വാദികളും സാക്ഷികളുമായ അന്വേഷണ ഉദ്യോഗസ്ഥരും ചില തദ്ദേശീയരും ഉൾപ്പെടെ നിരവധി ആളുകളെ മലബാറിലെ കോടതിയിൽ വിചാരണ ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി 1811 മുതൽ ബാബർ എഴുതി കൂട്ടിയ റിപ്പോർട്ടുകളും കോടതി രേഖകളും പിന്നെ അതിന് പിന്നാലെ വന്ന അന്വേഷണ കമ്മീഷനുകളും അതിൻ്റെ കണ്ടെത്തലുകളുമെല്ലാം കേരളത്തിലെ അടിമത്ത വ്യവസ്ഥിതിയെ ആഗോളതലത്തിൽ തന്നെ കുപ്രസിദ്ധമാക്കിയിരുന്നു. ഇവരുടെയൊക്കെ എഴുത്തുകൾ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ഇറങ്ങിക്കൊണ്ടിരുന്ന ആനുകാലികങ്ങളിൽ പരമ്പരയായി പിന്നീട് വരികയുണ്ടായി. ഇതെല്ലാം രേഖയാക്കപ്പെട്ട ചരിത്ര വസ്തുതകളാണ് എന്നർത്ഥം. മറ്റ് മാപ്പിള അടിമ കച്ചവടക്കാരിൽ നിന്ന് ഈ വളപ്പിൽക്കാട്ട് അസൻ അലിയുടെ പേര് എടുത്തു പറയാൻ കാരണം അയാളായിരുന്നു ഏറ്റവും കൂടുതൽ കുട്ടികളെ കൊച്ചിയിൽ നിന്നും തിരുവിതാംകൂറിൽ നിന്നും തട്ടിക്കൊണ്ടു പോന്നിരുന്നത് എന്നതിനാലായിരുന്നു. ഈ അസൻ അലി നേരിട്ട് തട്ടിക്കൊണ്ടുപോകുക മാത്രമായിരുന്നില്ല, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയവരിൽ നിന്ന് മർഡോക്ക് ബ്രൗണിൻ്റെ തോട്ടത്തിലേക്ക് അടിമപ്പണിക്കായിട്ട് കുട്ടികളെ വിലയ്ക്ക് വാങ്ങിയിരുന്നു. ഈ വിചാരണയെല്ലാം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് കൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ നമുക്കിന്ന് അറിയാൻ സാധിക്കുന്നതാണ്. വിചാരണ വേളയിലെ ജഡ്ജിയുടെ ചോദ്യവും അസൻ അലിയുടെ മറുപടിയും അതെല്ലാം ഇന്ന് നമുക്ക് ലഭ്യമാണ്. ശ്രീ വിനിൽ പോൾ അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആ ചോദ്യവും ഉത്തരവൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ജഡ്ജി ചോദിക്കുകയാണ്, ഏത് ജാതിയിൽപ്പെട്ട കുട്ടികളെയാണ് നിങ്ങൾ വാങ്ങിയത്? അപ്പോൾ അസൻ അലി പറയുകയാണ്, അവരെ വിറ്റവർ എന്നോട് പറഞ്ഞത് വെട്ടുവ, പുലയ, ചാനാർ, കുറവ ജാതിയിൽപ്പെട്ട കുട്ടികളെന്നാണ്. ഞാൻ വാങ്ങിയപ്പോൾ അവർക്ക് മാപ്പിള പേരുകളായിരുന്നു. ചോദിക്കുകയാണ്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് അവരെ വാങ്ങിയത്? അപ്പോൾ അസൻ അലി പറയുന്നത്, ഞാൻ തെക്ക് ഭാഗത്തേക്ക് പോയപ്പോൾ ബ്രൗൺ അദ്ദേഹത്തിന് 10-15 കുട്ടികളെ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ 6 പേരെ ബ്രൗണിനും 8 പേരെ മാഹിയിലെ എൻ്റെ വീട്ടിലേക്കും അയച്ചു. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ,
ഈ വേട്ടുവ പുലയ ചാന്നാർ കുറവ ജാതിയിൽപ്പെട്ട കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം അവരെ മതം മാറ്റുകയാണ് ആദ്യം ചെയ്തിരുന്നത്. എന്നിട്ട് അവർക്ക് മാപ്പിള പേരുകൾ കൊടുക്കും. അതിനുശേഷമാണ് അവർ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റിരുന്നത്. തട്ടിക്കൊണ്ടുവന്നവരെ പോലും മതം മാറ്റം നടത്തി ഇസ്ലാമിക ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം അടിമക്കച്ചവടക്കാരായ മുസ്ലിങ്ങൾക്കടക്കം അന്നേ ഉണ്ടായിരുന്നു എന്നാണ് ഇതിനർത്ഥം. അഞ്ചരക്കണ്ടി തോട്ടത്തിലേക്ക് അടിമകളായി എത്തിയിരുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ടിരുന്ന അടിമകൾ പലരും മർഡോക്ക് ബ്രൗണിൻ്റെ കാലശേഷം ക്രിസ്തു മതത്തിലേക്ക് മാറുകയുണ്ടായി. തൽഫലമായി അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുകയും അവരുടെ ജീവിത നിലവാരത്തിന് മാറ്റം സംഭവിക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും മറ്റുള്ളവർ അവരെ കണ്ടിരുന്നത് പഴയ ദളിതരായിട്ട് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് പുലയജാതിയിൽ നിന്ന് ക്രിസ്ത്യാനികളായവരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. പുലയജാതിയിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച ഒരാൾ അഞ്ചരക്കണ്ടിയിലെ ഒരു മുസ്ലിം കച്ചവടക്കാരൻ്റെ കടയിൽ തീണ്ടാപ്പാടകലം തെറ്റിച്ച് കടന്നു ചെന്നു എന്നുള്ള കുറ്റത്തിന് ആ മുസ്ലിം കച്ചവടക്കാരൻ ഈ ക്രിസ്ത്യാനിയെ അടിച്ചു കൊല്ലുക പോലും ഉണ്ടായി. ഇന്ന് ദളിത് സ്നേഹം പറഞ്ഞു നടക്കുന്ന പല ജിഹാദി സംഘടനകളും ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ കെ അംബുജാക്ഷനെ പോലെയുള്ള ദളിത് നേതാക്കൾ വെൽഫെയർ പാർട്ടിയുടെ നേതാവ് കൂടിയായിരുന്നു എന്നറിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ അശ്ലീലം നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ അംബുജാക്ഷൻ വെൽഫെയർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചെങ്കിലും കഴിഞ്ഞ 10 വർഷത്തോളമായി അദ്ദേഹം ഈ വെൽഫെയർ പാർട്ടിക്കാരനായിരുന്നു എന്നത് മറക്കരുത്. എന്നാൽ അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. മലബാർ മാപ്പിളമാർ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയവരാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെ ജിഹാദ് നടത്തിയവരെ അമർച്ച ചെയ്ത് ഇവിടുത്തെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ജീവനും സ്വത്തും സുരക്ഷിതമാക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് പോലീസുകാരോടും ബ്രിട്ടീഷ് പട്ടാളക്കാരോടും അവർ പൊരുതിയിട്ടുണ്ട് എന്നാണ്. അല്ലാതെ അധികാര ദുർവിനിയോഗം നടത്തിയ ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെയോ ഈ നാട്ടിലുള്ളവരെ ചൂഷണം ചെയ്ത ബ്രിട്ടീഷ് തോട്ടമുടമകൾക്കെതിരെയോ അവർ പൊരുതിയിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വിടുപണി ചെയ്തിരുന്ന മാനം കെട്ടവരായിരുന്നു മലബാർ മാപ്പിളമാർ എന്ന് വളപ്പിൽക്കാട് അസനലിയെ പോലെയുള്ള മാപ്പിള അടിമക്കച്ചവടക്കാരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട്. നമുക്ക് വില്യം ലോഗൻ എഴുതിയ മലബാർ മാനുവലിലേക്ക് മടങ്ങിപ്പോകാം. 1850 ഒക്ടോബർ 2 ഏറനാട് താലൂക്കുകളിൽ പുളിയക്കോട്ട് അംശത്തിലെ മാപ്പിള അധികാരിയുടെ ആൺമക്കളും വേറെ ചിലരും ചെന്ന് മൂങ്ങത്തമ്പലത്ത് നാരായണം മൂസത് എന്ന ഒരാളെ കൊല്ലാൻ പരിപാടിയിട്ടു. നടന്നില്ല. 9 പേർ ഇത് സംബന്ധിച്ച് നല്ല നടപ്പ് കൊടുക്കേണ്ടി വന്നു. 1851 ജനുവരി 5 ചൂണ്ട്യമൂച്ചിക്കൽ അത്തൻ നാട്ടുകാരനായ ഒരു ഗവൺമെൻറ് ഗുമസ്താവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ഏറനാട് താലൂക്കിലെ പയ്യനാട്ടിൽ എള്ള് കൃഷിയുടെ മേനി കണക്കാക്കാൻ നിയുക്തനായ ഈ ഉദ്യോഗസ്ഥൻ തൻ്റെ ഭാര്യയുടെ എള്ള് കൃഷിയുടെ മേനി പെരിപ്പിച്ച് കണക്കാക്കിയെന്നായിരുന്നു ഇതിന് അത്തം പറഞ്ഞ കാരണം. കീഴടങ്ങാൻ കൂട്ടാക്കാത്ത അക്രമിയെ വെടിവെച്ചു കൊന്നു. 1851 ആഗസ്റ്റ് 22 6 മാപ്പിളമാർ ചേർന്ന് കോട്ടുപറമ്പത്ത് കോമു മേനോനെയും കാര്യസ്ഥനെയും കൊല ചെയ്തു. മഞ്ചിക്കും അങ്ങാടിപ്പുറത്തിനും മധ്യേയുള്ള നടു റോട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം. വള്ളുവനാട്ട് രാജാവിൻ്റെ മങ്കട കോവിലകത്ത് പോയി തിരിച്ചു വരികയായിരുന്നു മേനോനും കാര്യസ്ഥനും. അക്രമികൾ ആദ്യം കോമു മേനോനെ തേടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കോമു മേനോൻ്റെ സഹോദരൻ തോക്കും വടിവാളുമായി നിൽക്കുന്നത് കണ്ട് അടുത്തുള്ള കുളത്തിൽ കുളിക്കാനിറങ്ങിയ മറ്റൊരു സഹോദരൻ ഇട്ടുണ്ണി രാമമേനോൻ്റെ നേരെ ചെന്നു. വീട്ടിൻ്റെ ഉമ്മറത്ത് തദവസരം ഇരിക്കുകയായിരുന്ന കടക്കോടിൽ നമ്പൂതിരിയെ അക്രമികൾ പിടിച്ച് കൊല ചെയ്തത് കണ്ടപ്പോൾ കോമു മേനോൻ്റെ കുടുംബം ഭയചകിതരായി വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പല ഭാഗത്തേക്കും ഓടിപ്പോയി. ഇതിനിടയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച രാമൻ മേനോനെ അക്രമികൾ കടന്നു പിടിച്ച് മുറ്റത്തിട്ട് വെട്ടിക്കൊന്നു. മേനോൻ്റെ വീട് അഗ്നിക്കിരയാക്കിയ ശേഷം അവർ അടുത്ത വീട്ടിലെ മാടങ്ങര രാരിച്ചൻ നായരെ തേടി ചെല്ലുകയും അയാളെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് അവർ തീവച്ചത് ചെങ്ങര വാര്യരുടെ വസതിയായിരുന്നു. സ്ഥലത്തെ പ്രബലനായ ഒരു ജന്മിയായിരുന്നു വാര്യർ. അവിടെ ഒരു പള്ളി പണിയുന്നതിനെ അദ്ദേഹം എതിർത്തിരുന്നു. അക്രമികൾ വരുന്നത് കണ്ടപ്പോൾ വാര്യരുടെ ഭൃത്യന്മാരും കുടുംബവും ഓടി രക്ഷപ്പെട്ടു. സ്ത്രീകളോടും കുട്ടികളോടും ഉടൻ തന്നെ സ്ഥലം വിട്ടുകൊള്ളാൻ അക്രമികൾ തന്നെ പറഞ്ഞു. വാര്യരുടെ 2 ഭൃത്യന്മാരെ അവർ പിടികൂടുകയും വധിക്കുകയും ചെയ്തു. 79 വയസ്സായ കുടുംബനാഥൻ വാര്യർ വീട്ടിലെ ഒരു മുറിയിൽ ഒളിച്ചിരിക്കുന്നത് അക്രമികൾ കണ്ടെത്തി. സ്ഥലവാസികളായ മാപ്പിളമാരെ വിളിച്ചുകൂട്ടി വീടിൻ്റെ പടിപ്പുരയ്ക്ക് മുമ്പിലുള്ള നെൽപ്പാടത്തിലിട്ട് പൂപ്പട്ട കുട്ടി അത്തൻ എന്ന അക്രമി വയസ്സൻ വാര്യരെ കഷ്ണം കഷ്ണമായി വെട്ടിനുറുക്കി. വില്യം ലോഗൻ മലബാർ മാനുവൽ പേജ് 357. മാപ്പിളമാരുടെ ഈ ജിഹാദ് അറിയപ്പെടുന്നത് കുളത്തൂർ ലഹള എന്ന പേരിലാണ്. മലബാറിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ പിൽക്കാലത്ത് വളരെയധികം പ്രത്യാഘാതമുണ്ടാക്കിയ ഒന്നായിരുന്നു കുളത്തൂർ ലഹള. ഇതിനെക്കുറിച്ച് ഈ മലബാർ കലാപം എന്ന പുസ്തകത്തിനകത്ത് കെ മാധവൻ നായർ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. 1851 മറ്റൊരു ലഹളയാണ് കുളത്തൂർ ലഹളയെന്ന് കുപ്രസിദ്ധി നേടിയ ലഹള. ഈ ലഹളയിൽ പല ഹിന്ദുക്കളെയും ലഹളക്കാർ കൊല്ലുകയും പല വീടുകളും തീവച്ച് നശിപ്പിക്കുകയും ചെയ്തതിന് ശേഷം
കുളത്തൂർ വാര്യരുടെ വാര്യത്തേക്ക് ഇവർ പുറപ്പെട്ടു. വാര്യർ ഒരു പള്ളി കെട്ടുന്ന കാര്യത്തിൽ എന്തോ വിരോധമായി ചിലത് പ്രവർത്തിച്ചിരുന്നു. ലഹളക്കാർ വാര്യത്തെത്തി സ്ത്രീകളോടും കുട്ടികളോടും വീട് വിട്ടു പോകുവാൻ പറഞ്ഞു. അവരും വാര്യരുടെ 2 അനന്തരവന്മാരും രക്ഷപ്പെട്ടു. മൂപ്പിൽ വാര്യർക്ക് 79 വയസ്സ് പ്രായമായിരുന്നു. അയാൾ ഒരു മുറിയിൽ അടച്ചിരിപ്പായി. അപ്പോഴേക്കും അവിടത്തുകാരായ ചില ഹിന്ദുക്കൾ ആ പ്രദേശക്കാരായ മാപ്പിളമാരെ ശരണം പ്രാപിച്ചു. മാപ്പിളമാർ 50 പേരോളം വാര്യത്തെത്തി. പക്ഷേ ഈ വന്നവരിൽ തന്നെ ചിലർ ലഹളക്കാരോടുകൂടി ചേർന്ന് വാര്യരെ ഉപദ്രവിക്കാൻ കൂടുകയാണ് ചെയ്തത്. വാര്യർ ചെറുപ്പം മുതൽക്ക് തന്നെ വളർത്തിക്കൊണ്ടുവന്ന ഒരു മാപ്പിളയായിരുന്നു. അയാൾ ഒളിച്ചിരുന്ന സ്ഥലം ലഹളക്കാർക്ക് കാണിച്ചു കൊടുത്തതും ലഹളക്കാർ പോയെന്ന് ഉപായം പറഞ്ഞ് വാര്യരെ പുറത്തു വരുത്തിയതും വാര്യരെ അടുത്തുള്ള പാടത്തിട്ട് വെട്ടിക്കൊന്നു. കുളത്തൂർ വെച്ചുണ്ടായ ഈ സംഭവമാണ് മാപ്പിളമാരെപ്പറ്റി ഹിന്ദുക്കളുടെ മനസ്സിൽ അവിശ്വാസം ജനിപ്പിക്കുന്നതിന് പ്രധാനമായി സഹായിച്ചിട്ടുള്ളത്. കെ മാധവൻ നായർ, മലബാർ കലാപം, പേജ് 28-29. ജിഹാദികളുടെ ആക്രമണത്തിൽ നിന്ന് വാര്യർക്ക് രക്ഷ കിട്ടാൻ വേണ്ടി നാട്ടിലെ മുസ്ലിങ്ങളുടെ അടുക്കൽ ചെന്ന് ഹിന്ദുക്കൾ സഹായാഭ്യർത്ഥന നടത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടോ? വന്നവരിൽ പലരും ജിഹാദികളുടെ കൂടെ കൂടി വാര്യരെ ഉപദ്രവിക്കാനാണ് നോക്കിയത്. അതുമാത്രമല്ല, ചെറുപ്പം മുതൽക്ക് തന്നെ വാര്യർ വളർത്തിക്കൊണ്ടുവന്ന ഒരു മാപ്പിളയാണ് അക്രമികൾ സ്ഥലം വിട്ടെന്ന് കള്ളം പറഞ്ഞ് വാര്യരെ ഒളിവിടത്തിൽ നിന്ന് പുറത്തെത്തിച്ചതും കൊലയ്ക്ക് കൊടുത്തതും. മുസ്ലിം ആണെങ്കിലും താൻ ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ടുവന്നവനാണല്ലോ എന്നതുകൊണ്ടാണ് മൂപ്പിൽ വാര്യർ അവനെ വിശ്വസിച്ച് ഈ ഒളിവിടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കുന്ന ഒരു മുസ്ലിമിനെ മതത്തിൻ്റെ കാര്യത്തിൽ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പാടില്ല എന്ന സത്യം മൂപ്പിൽ വാര്യർ മനസ്സിലാക്കിയില്ലായിരുന്നു. ഇന്ന് ഈ ജിഹാദികളെ താലോലിച്ചു കൊണ്ട് നടക്കുന്ന ഇടത് വലത് മുന്നണികൾക്കും ലിബറൽ മണ്ടന്മാർക്കും മതേതരത്വം കളിച്ച് മുസ്ലിങ്ങളുടെ കയ്യടി വാങ്ങാൻ നടക്കുന്ന ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഈ സത്യം ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഭാവിയിൽ പിടികിട്ടുമെന്ന് പ്രതീക്ഷിക്കാം, പക്ഷേ പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മൂപ്പിൽ വാര്യർ ആ സത്യം തിരിച്ചറിഞ്ഞത് ലഹളക്കാരൊക്കെ പോയി വാര്യർ ഇറങ്ങി വന്നോ എന്ന് പറഞ്ഞ് മറ്റവൻ വിളിച്ചപ്പോൾ ഒളിവിടത്തിൽ നിന്നും പുറത്തു വന്ന സമയത്ത് തന്നെ വളഞ്ഞ ഈ മാപ്പിള ജിഹാദിമാരെ കണ്ട സമയത്താണ് മൂപ്പിൽ വാര്യർക്ക് മനസ്സിലായത് മതത്തിൻ്റെ കാര്യത്തിൽ ഖുർആൻ ഹദീസുകളൊക്കെ അനുസരിച്ച് നടക്കുന്ന ഒരു മുസ്ലിമിനെ മതത്തിൻ്റെ കാര്യത്തിൽ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന്. പക്ഷേ സമയം വൈകിപ്പോയി. അപ്പോൾ ഈ സത്യമൊക്കെ അദ്ദേഹം ആ സമയത്ത് തിരിച്ചറിഞ്ഞെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായില്ല. വളരെ വൈകിയുള്ള ഒരു തിരിച്ചറിവായിരുന്നു. ജീവൻ വിലയായി കൊടുക്കേണ്ടി വന്നു വാര്യർക്ക്. ആ ചരിത്രത്തിൻ്റെ ഒരു തനിയാവർത്തനമാണ് കേരളത്തിൽ ഇനി നടക്കാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. കുളത്തൂർ ജിഹാദികളെല്ലാം പിന്നീട് ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ച് കൊല്ലുകയുണ്ടായി. ഗവൺമെൻറ് പക്ഷത്ത് 4 ബ്രിട്ടീഷ് പട്ടാളക്കാരും ഒരു ഇന്ത്യൻ സുബേദാറും കൊല്ലപ്പെട്ടു. ജിഹാദികളിൽ ഒരെണ്ണം പോലും അവശേഷിച്ചില്ല. അപ്പോൾ ഇതിന് പ്രതികാരം ചെയ്യാൻ മാപ്പിളമാർ തീരുമാനിച്ചു. കുളത്തൂർ കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്യാൻ വള്ളുവനാട് താലൂക്കിലെ നെന്മേനി അംശക്കാരായ ഒരു തോട്ടങ്ങൽ മമ്മദും വേറെ 3 മാപ്പിളമാരും ഒരു കൂട്ടുന്നതായി 1851 ഒക്ടോബർ 5 അധികൃതർക്ക് വിവരം കിട്ടി. സമയോചിതമായ കരുതൽ നടപടികൾ കൊണ്ട് ഇത് തടയാൻ കഴിഞ്ഞു. കുളത്തൂർ രക്തസാക്ഷികളെ ചൊല്ലി ഇരുമ്പുളി അംശത്തിലെ മാപ്പിളമാർ ലഹളയ്ക്കൊരുങ്ങുന്നതായി 1851 ഒക്ടോബർ 27 ഏറനാട്ടെ പോലീസ് അധികാരികൾ അറിഞ്ഞു. ഇതും തടയപ്പെട്ടു. എന്നാൽ ചൊറിയോട്ട് മായനും വേറെ 8 പേരും ചേർന്ന് കോട്ടയം താലൂക്കിലെ പ്രമുഖ ഹിന്ദു ജന്മിയായ കളത്തിൽ കേശവൻ തങ്ങളെ വധിക്കാൻ ഒരുക്കുകൂട്ടിയിട്ടുണ്ടെന്ന് 1851 നവംബർ 9 ലഭിച്ച വാർത്ത തക്കതായ തെളിവില്ലെന്ന് കണ്ട തഹസീൽദാർ മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് അക്രമികൾക്ക് അവരുടെ പരിപാടി നടപ്പിലാക്കാൻ കഴിഞ്ഞു. 1852 ജനുവരി 4 രാത്രി മേൽപ്പറഞ്ഞവരും വേറെ 7 പേരും ചേർന്ന് എല്ലാം കൂടി 15 പേര് 200 പേർ വരുന്ന ഒരു ജനക്കൂട്ടത്തിൻ്റെ സഹായത്തോടെ മട്ടന്നൂരുള്ള കേശവൻ തങ്ങളുടെ വീട് ആക്രമിച്ചു. വീട്ടിലുള്ള 18 പേരെയും എന്നുവെച്ചാൽ കേശവൻ തങ്ങളുടെ കുടുംബം ഒന്നടങ്കം നിഷ്ഠൂരമായി വധിക്കപ്പെട്ടു. അടുത്ത പ്രഭാതത്തിൽ തങ്ങളുടെ ഭവനം ചുട്ടരിക്കുകയും ചെയ്തു. അക്രമികൾ മേൽപ്പറഞ്ഞ ജനക്കൂട്ടത്തിൻ്റെ ഒത്താശയില്ലാതെ തന്നെ പിന്നീട് സമീപ പ്രദേശങ്ങളിലെ 4 വീടുകളും ഒരു ഹിന്ദു ക്ഷേത്രവും അഗ്നിക്കിരയാക്കുകയും വേറെ 4 ഹിന്ദുക്കളെ കൂടി കൊല ചെയ്യുകയും മറ്റൊരു ഹിന്ദു ക്ഷേത്രം കേടുവരുത്തുകയും ചെയ്തു. അക്രമികൾ ഒരു രാജകൊട്ടാരം കയ്യേറി തൽക്കാലം അവിടെ നിലയുറപ്പിച്ചുകൊണ്ട് സമീപത്തുള്ള 2 ക്ഷേത്രങ്ങൾ കൂടി നശിപ്പിച്ചതിന് ശേഷം അന്തിമമായി ചിറക്കൽ താലൂക്കിലെ കല്യാട് അംശത്തിലെ പ്രബലനും ധനികനുമായ ജന്മി കല്യാട്ട് നമ്പ്യാരുടെ വീട് സമസ്ത ശക്തിയും സംഭരിച്ച് ആക്രമിച്ചു. വിവരമറിഞ്ഞ മേജർ ഹോഡ്ജസന്റെ നേതൃത്വത്തിൽ
കണ്ണൂരിൽ നിന്ന് 16-ാം റെജിമെൻറ്റിലെ 2 കമ്പനി പട്ടാളവും 94-ാം റെജിമെൻറ്റിലെ 1 കമ്പനി യൂറോപ്യൻ പട്ടാളവും കല്യാട്ടേക്ക് കുതിച്ചു. എന്നാൽ പട്ടാളം എത്തുന്നതിന് മുമ്പായി തന്നെ നമ്പ്യാരുടെ ആശ്രിതന്മാരും ബടജനങ്ങളും ചേർന്ന് മാപ്പിള അക്രമികളെ ഉന്മൂലനം ചെയ്തിരുന്നു. മലബാർ മാനുവൽ പേജ് 358. ഈ ഒരു ലഹളയിൽ മാത്രമേ ഹിന്ദുക്കളുടെ കയ്യാൽ ലഹളക്കാർ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നാണ് കെ മാധവൻ നായർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മലബാർ കലാപം എന്ന പുസ്തകത്തിൽ നിന്നും ഉദ്ധരിക്കാം. 1851 വടക്കേ മലബാറിൽ കോട്ടയം താലൂക്കിൽ ഒരു മാപ്പിള ലഹള നടന്നു. കളത്തിൽ കേശവൻ തങ്ങൾ എന്ന പ്രമാണിയായ ഒരു ഹിന്ദുജന്മിയുടെ വീടിനെ 8-9 ലഹളക്കാർ കൂടി വളഞ്ഞു. ആ വീട്ടിലുണ്ടായിരുന്ന 18 പേരെ ലഹളക്കാർ കൊന്നു. അതിനുശേഷം ചില ക്ഷേത്രങ്ങളെ ലഹളക്കാർ നശിപ്പിക്കുകയും വേറെയും ചിലരെ കൊല്ലുകയും ചെയ്തതിനു ശേഷം കല്യാട്ട് ചാത്തുക്കുട്ടി നമ്പ്യാരുമായി ഏറ്റുമുട്ടി. അതിനിടയിൽ ഇവരുടെ നേരെ യുദ്ധത്തിനായി കണ്ണൂരിൽ നിന്ന് പട്ടാളം പുറപ്പെട്ടു. പക്ഷെ പട്ടാളം എത്തുന്നതിന് മുമ്പായി കല്യാട്ട് നമ്പ്യാരുടെ ആൾക്കാർ ലഹളക്കാരെ കൊന്നു. ഹിന്ദുക്കൾ ലഹളക്കാരുമായി പൊരുതി ലഹളക്കാരെ നശിപ്പിച്ചതിന് ഈ ദൃഷ്ടാന്തം മാത്രമേ 1836 ശേഷം മാപ്പിള ലഹളകളുടെ ചരിത്രത്തിൽ കാണുകയുള്ളൂ. അത് വടക്കേ മലബാറിൽ ആയിരുന്നു താനും. കെ മാധവൻ നായർ, മലബാർ കലാപം, പേജ് 40. വടക്കേ മലബാറിൽ നിന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം പിടികിട്ടിയോ? അവിടെ ഹിന്ദുക്കൾക്ക് അന്ന് കളരികളുണ്ടായിരുന്നു. കളരി അഭ്യാസികളായ വടക്കേ മലബാറിലെ ഹിന്ദുക്കൾക്ക് ഈ ജിഹാദികളെ തട്ടിക്കളയാൻ പട്ടാളത്തിൻ്റെ സഹായം ആവശ്യമില്ലായിരുന്നു. അത് ജിഹാദികൾക്കും മനസ്സിലായി. അവിടെ കളരറിയാവുന്ന ഹിന്ദുക്കളുടെ നേരെ അഭ്യാസവുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ജിഹാദൊന്നും നടത്താൻ പറ്റില്ല, അതിനു മുമ്പേ ഹൂറികളുടെ അടുത്തേക്ക് പോകേണ്ടി വരും എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് പിന്നീട് വടക്കേ മലബാറിൽ ഈ മാപ്പിളമാർ ജിഹാദുകളൊന്നും നടത്താതിരുന്നത്. എന്നാൽ തെക്കേ മലബാറിൽ അങ്ങനെയല്ല, സ്ഥിതി വ്യത്യസ്തമായിരുന്നു. അവിടെ ബ്രിട്ടീഷ് പട്ടാളം എത്തിയാണ് ലഹളക്കാരെ അടിച്ചമർത്തിയിരുന്നത്. ബ്രിട്ടീഷ് പോലീസോ അല്ലെങ്കിൽ പട്ടാളമോ എത്തുന്നതിനിടയിൽ മുസ്ലിങ്ങളെ കൊല്ലാനും ക്ഷേത്രങ്ങൾ നശിപ്പിക്കാനും ഒക്കെ ജിഹാദികൾക്ക് സമയം കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് തെക്കേ മലബാറിൽ ജിഹാദുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. 1857 ആഗസ്റ്റ് അവസാനത്തിൽ അസഹിഷ്ണുതയുടെയും അസംതൃപ്തിയുടെയും മീറ്റില്ലമായ ഏറനാട് താലൂക്കിലെ പൊന്മലക്കാരനായ പൂവാടൻ കുഞ്ഞപ്പ ഹാജിയും വേറെ 7 മാപ്പിളമാരും ചേർന്ന് ആ പ്രദേശത്ത് മുസ്ലിം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു നായർ വീണ്ടും ഹിന്ദു മതത്തിലേക്ക് മടങ്ങി വന്നതിന് പ്രതികാരം ചെയ്യാനും വടക്കേ ഇന്ത്യയിലെ ശിപ്പായി ലഹളയെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ദുർബലമായിരിക്കുകയാണെന്ന് പറഞ്ഞ് കാഫിറുകളിൽ നിന്ന് രാജ്യത്തെ, അതായത് വെള്ളക്കാരായ കാഫിറുകളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാനും ഗൂഢാലോചന നടത്തി. അവരിൽ ഒരാൾ പൊന്മലപ്പള്ളിയിലെ മുക്രിയായിരുന്നു. ലഹളക്കാരെ വാഴ്ത്തുന്ന നാടോടിപ്പാട്ടുകൾ സ്വായത്തമാക്കിയിരുന്ന ഈ മതപുരോഹിതൻ ചേരൂർ പാട്ട് എന്നറിയപ്പെടുന്നതും 1843 ഒക്ടോബർ 19 നടന്ന ലഹളകളുടെ തലവന്മാരുടെ വീരചരിതങ്ങൾ വിവരിക്കുന്നതുമായ പാട്ടുകൾ പാടി അനുയായികളെ അക്രമത്തിന് പ്രേരിപ്പിച്ചു. ഇതേക്കുറിച്ച് സ്ഥലവാസികൾ പോലീസിന് വിവരം കൊടുത്തു. ഗൂഢസംഘത്തെ ഏറനാട് പോലീസ് ഓഫീസർ കോമൻ നായർ തടവിൽ പിടിച്ചു. 7 പേരെ മാപ്പിള ഔട്ട്റേജസ് ആക്ട് ഉപയോഗിച്ച് നാട് കടത്തി. സോഷ്യൽ മീഡിയ ജിഹാദികൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കേരളത്തിൽ ഇസ്ലാം മതം വിട്ടവരെ മുസ്ലിങ്ങൾ കൊന്ന ചരിത്രം കേട്ടിട്ടുണ്ടോ എന്ന്. ഇഷ്ടം പോലെ കൊന്നിട്ടുണ്ട് ചങ്ങാതിമാരെ, ഇഷ്ടം പോലെ കൊന്നിട്ടുണ്ട്. മലബാർ മാപ്പിളമാരുടെ വ്യാജ പ്രചരണങ്ങളാൽ വഞ്ചിക്കപ്പെട്ടും ഭീഷണികളിൽ ഭയന്നും മതം മാറിയ പലരും പിന്നീട് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ തിരിച്ചുപോയവരെയും ചിലപ്പോൾ അവരുടെ കുടുംബക്കാരെയും മലബാർ ജിഹാദികൾ കൊന്നുകളഞ്ഞിട്ടുണ്ട്. മുർത്തദ്ദുകളെ കൊന്നുകളയുകയും പിന്നീട് ബ്രിട്ടീഷ് പോലീസിൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെടുകയും ചെയ്ത ജിഹാദികളെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള പടപ്പാട്ടുകൾ മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചുര പ്രചാരം നേടിയിരുന്നു. ഈ പാട്ടുകൾ പാടിക്കേൾപ്പിച്ചാണ് മുസ്ലിം മത നേതാക്കന്മാർ അനുയായികളെ ജിഹാദിന് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. മുർത്തദ്ദിനെ വധിച്ച മറ്റൊരു സംഭവം വില്യൻ ലോഗൻ വിവരിക്കുന്നുണ്ട്. വള്ളുവനാട് താലൂക്കിലെ മേലാറ്റൂർ അംശക്കാരുടെ മേൽ 4200 രൂപ കൂട്ടപ്പിഴ ചുമത്തുന്നതിലേക്കും 7 മാപ്പിള കുറ്റവാളികളെ നാട് കടത്തുന്നതിലേക്കും വേറെ 9 പേരെ നല്ല നടപ്പ് ജാമ്യം കൊടുക്കുന്നതിലേക്കും നയിച്ച സംഭവം വിശദീകരണം അർഹിക്കുന്നതാണ്, ഭരണപരമായി അതുണ്ടാക്കിയ ചില ചലനങ്ങൾ മൂലം. 1880 സെപ്റ്റംബർ 9 മടുമിനാൽ തൊടി ആലി എന്നൊരുവൻ മേലാറ്റൂരിലെ പ്രമുഖ ഭൂവുടമയും പാണ്ഡി ബ്രാഹ്മണനുമായ അപ്പാതുര പട്ടരെ കൊല ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ ജന്മിയുടെ വീട്ടുപടിക്കൽ കാലുകുഴയും വരെ കാത്തുനിന്നു. സഹികെട്ട ആലി അടുത്തുള്ള ഒരു ചെറുമൻ്റെ പുരയിടത്തിലേക്ക് നടന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മതത്തിലേക്ക് ചേർക്കപ്പെട്ട ഈ ചെറുമൻ പിന്നീട് തദ്ദേശത്തെ മുസ്ലിങ്ങൾക്കിടയിൽ അറപ്പും വെറുപ്പും ഉണ്ടാക്കും വിധം വീണ്ടും ഹിന്ദു മതത്തിലേക്ക് മടങ്ങി. വെറും പയ്യനായിരുന്ന ഈ ചെറുമനെ അലി സ്നേഹഭാവത്തിൽ അടുത്തേക്ക് വിളിച്ചു. ചെറുമൻ യാതൊന്നും സംശയിക്കാതെ തൊട്ടടുത്ത വൃക്ഷക്കൊമ്പിൽ ചാരി നിന്നുകൊണ്ട് വർത്തമാനം പറയുന്നതിനിടയിൽ അലി വൃക്ഷക്കൊമ്പിൽ അമർത്തി കത്തി കൊണ്ട് കഴുത്തറുത്തു കൊന്നു.
ഈ പാതകത്തിന് ശേഷം സ്ഥലത്തെ നിസ്കാരപ്പള്ളിയിൽ കയറി പള്ളിയിലെ വാൾ കൈക്കലാക്കി അപ്പാതുര പട്ടരെ കൊല്ലുമെന്ന് ആക്രോശിച്ച് പുറത്തേക്ക് ഓടി. പട്ടരെ മാത്രമല്ല, മറ്റൊരു ജന്മിയായ തൃപ്പാക്കട കൃഷ്ണപിഷാരടിയെയും മണ്ണാൻ രാമൻ എന്ന ഹിന്ദുവിനെയും വകമൊരുത്തുമെന്ന് ആലി ആക്രോശിച്ചു. 9 ഉച്ചതിരിഞ്ഞ് ആലി എതിരെ വന്ന ഒരു കുമ്പാരനെ വാളുകൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. വഴിയിൽ കണ്ട മറ്റൊരു ചെറുമൻകുട്ടിയെ പ്രഹരിച്ചു വിട്ടു. 10 അധികാലത്ത് രക്തസാക്ഷിയുടെ വേഷം ധരിച്ച്, അതായത് വെള്ളത്തുണി കൊണ്ടുള്ള ഒരു ചട്ടയാണത്, ആ രക്തസാക്ഷിയുടെ വേഷം ധരിച്ച് നെൽപ്പാടങ്ങളുടെ നടുവിലൂടെ താൻ വകവരുത്തുമെന്ന് പറഞ്ഞ ജന്മിമാരിൽ ഒരാളായ പിഷാരോടിയുടെ വീട് ലക്ഷ്യം വെച്ച് വാളും ഉയർത്തിപ്പിടിച്ച് കുതിച്ചു പാഞ്ഞു. പിഷാരോടിയുടെ പടിപ്പുരയുടെ വാതിൽ കൊട്ടിയടയ്ക്കുകയും കാവൽക്കാരൻ ഗോപാലത്തരകൻ പടിപ്പുരയുടെ 2ാം നിരയിൽ നിന്ന് ആലിയുടെ നെഞ്ചത്തേക്ക് നിറതോക്കിൽ നിന്ന് ഉണ്ടകൾ ഉതിർത്ത് കൊല്ലുകയും ചെയ്തു. തരകന് ഗവൺമെൻറ് പ്രത്യേക പാരിതോഷികം നൽകുകയുണ്ടായി. മലബാർ മാനുവൽ പേജ് 364. ചെറിയ കുട്ടികളെ വരെ ഇവന്മാർ ഇസ്ലാമിലേക്ക് മതം മാറ്റിയിരുന്നു. പിന്നീട് അവർ മതം ഉപേക്ഷിച്ച് പോന്നാൽ ചെറിയ കുട്ടിയാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ കൊന്നുകളയുകയും ചെയ്തിരുന്നു എന്നാണ് ഈ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. MM അക്ബറിൻ്റെ പീസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ 2ാം ക്ലാസ്സിലെ പാഠം നമ്മളേവരും കണ്ടതാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമുസ്ലിം സുഹൃത്തിനെ എങ്ങനെയാണ് ഇസ്ലാമാക്കേണ്ടത് എന്നൊക്കെയായിരുന്നു പാഠഭാഗത്തുണ്ടായിരുന്നത്. അത് സ്കൂൾ നടത്തിപ്പുകാർക്ക് പറ്റിയൊരു അബദ്ധമാണെന്നാണ് മതേതര മണ്ടന്മാരും ലിബറൽ മന്ദബുദ്ധികളും ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഒരബദ്ധവുമല്ല അത്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ മതം മാറ്റുന്ന തന്ത്രം ഇവന്മാർക്ക് പണ്ടുണ്ടായിരുന്നതാണ്. പിന്നീട് ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളിൽ കുറേ പേർ പാകിസ്ഥാനിലേക്ക് പോവുകയും ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാകുകയും ചെയ്തതോടെയാണ് അത്തരം കുതന്ത്രങ്ങൾ ഇവന്മാർ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത്. ഇപ്പോൾ കേരളത്തിൽ ഇസ്ലാമിക ജനസംഖ്യ വർദ്ധിക്കുകയും ഇടതനും വലതനും ഒരുപോലെ മുസ്ലിം പ്രീണനത്തിൽ മത്സരം നടത്തുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ സാഹചര്യം അനുകൂലമായെന്ന് കണ്ട് പണ്ട് നിർത്തിവെച്ച ആ തന്ത്രം അക്ബറും കൂട്ടരും ഒന്ന് പുറത്തെടുക്കാൻ നോക്കിയതാണ് നാം പീസ് സ്കൂളിൽ കണ്ടത്. സോഷ്യൽ മീഡിയ ഇന്നൊരു ശക്തി കേന്ദ്രമായി മാറിയതുകൊണ്ട് മാത്രമാണ് ആ പാഠഭാഗത്തിൻ്റെ മറവിൽ MM അക്ബറിന് ഇന്ത്യയിൽ നിന്നും ഒളിച്ചോടേണ്ടി വന്നത്. അല്ലായിരുന്നെങ്കിൽ അതൊരു വിവാദ വിഷയമേ ആകുമായിരുന്നില്ല. എന്ന് മാത്രമല്ല, ആ പാഠം ഇന്നും പീസ് സ്കൂളിൽ പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടാകുമായിരുന്നു. പീസ് സ്കൂളിൽ മാത്രമല്ല, മുസ്ലിം മാനേജ്മെൻറ്റുകളുടെ കീഴിലുള്ള ഒരുമാതിരി സ്കൂളുകളിലും ആ പാഠം പഠിപ്പിക്കുമായിരുന്നു. അതുറപ്പാണ്. ഇവരത് ടെസ്റ്റ് ഡോസ് പോലെ നടത്തി നോക്കിയതാണ്, ജനം എന്ത് പറയുന്നറിയാൻ. ശക്തമായ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നതോടുകൂടി അവർക്ക് മനസ്സിലായി അനുകൂല സാഹചര്യം വന്നിട്ടില്ല, കുറച്ച് നാളും കൂടി കാത്തിരിക്കണം, ഇനി സാഹചര്യം വരുമ്പോൾ വീണ്ടും ഇതെടുക്കാമെന്ന് വെച്ച് ഇപ്പോൾ അവർ തൽക്കാലത്തേക്ക് മിണ്ടാതിരിക്കുന്നേ ഉള്ളൂ. അടുത്ത സംഭവം വില്യൻ ലോകം വിവരിക്കുന്നത് പ്രത്യേക ശ്രദ്ധേയമാണ്. ഞാൻ വായിക്കാം. ഏറനാട് താലൂക്കിലെ പാണ്ടിക്കാട് അംശത്തിൽ 1883 ഒക്ടോബർ 31 നടന്നതാണ് ഒരു സംഭവം. അന്നേ ദിവസം പുളിക്കൽ രാമൻ എന്നൊരാൾ തോട്ടുവക്കത്തിരുന്ന് പല്ല് തേക്കുകയായിരുന്നു. അതേ അംശക്കാരനായ ആശാരിത്തൊടി മൊയ്തീൻകുട്ടി രാമനെ പുറയിൽ കൂടി വന്ന് പുറത്തും കഴുത്തിലുമായി വാളുകൊണ്ട് തെരുതെരെ വെട്ടി. നിലവിളിച്ചോടിയ രാമനെ ഒരു കൈയിൽ ചോര വാർന്നൊലിക്കുന്ന വാളും മറുകൈയിൽ കിത്താബും ഉയർത്തിപ്പിടിച്ച് മൊയ്തീൻകുട്ടി പിന്തുടർന്നു. മൊയ്തീൻകുട്ടിയുടെ ജ്യേഷ്ഠൻ അവറാനും മറ്റൊരു സ്വജനമായ മുഹമ്മദും ഇടപെട്ടപ്പോൾ അക്രമി വാളും കിത്താബും താഴെയിട്ട് കീഴടങ്ങി. പിന്നീട് വിചാരണയ്ക്ക് വിധേയനാക്കിയെങ്കിലും ഭ്രാന്തനാണെന്ന് കണ്ട് ശിക്ഷിക്കാതെ വിട്ടയച്ചു. മലബാർ മാനുവൽ പേജ് 367. ഭ്രാന്ത് പിടിച്ചപ്പോഴും ഒരു കയ്യിൽ വാളും മറുകൈയിൽ കിത്താബും എടുക്കാൻ മൊയ്തീൻകുട്ടി മറന്നില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്ലാം മതത്തിനകത്തുള്ള ഒരാൾ ആ മതത്തിൻ്റെ കിതാബുകൾ കൃത്യമായി പഠിച്ച് അതൊക്കെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ അയാൾക്ക് ഉറപ്പായും ഭ്രാന്ത് പിടിക്കും. നമ്മളതിനെ മതഭ്രാന്ത് എന്നൊക്കെ ആയിരിക്കും വിളിക്കുക. വാസ്തവത്തിൽ വെറും മതഭ്രാന്ത് മാത്രമല്ല, അത് സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ പലതും അങ്ങനെയുള്ളവർക്കുണ്ടാകും. ഖുർആനും ഹദീസുകളും വായിക്കുകയും അതനുസരിക്കാൻ മനസ്സ് വയ്ക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ഇതുപോലെയുള്ള സൈക്കോളജിക്കൽ പ്രശ്നങ്ങളുണ്ടാകും. ഭ്രാന്ത് വരും, ഉറപ്പാണ്. കാരണം അത് പിശാചിൽ നിന്നും അവൻ്റെ ദൂതനിൽ നിന്നുമുള്ള പുസ്തകമാണ്. അതുകൊണ്ടാണ് ആ പുസ്തകങ്ങൾ വായിച്ച് നടക്കുന്നവർ മറ്റുള്ളവരെ കൊല്ലാനും സ്വയം കൊല്ലപ്പെടാനും തയ്യാറായി നടക്കുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ, ബലിപെരുന്നാളിന് ഇറാഖിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ചാവേർ പോയി പൊട്ടിത്തെറിച്ചു. സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ ചെന്നങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. എന്നാണ് കിത്താബാണ് അതിന് കാരണം. ഈ പുസ്തകം പിശാചിൽ നിന്നുള്ളതായതുകൊണ്ടാണ് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നത്. സത്യദൈവത്തിൻ്റെ വചനമായിരുന്നു മുസ്ലിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് സമാധാനം ലഭിച്ചേനെ. സ്വാഭാവികമായും അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് സമാധാനം പകരപ്പെടുകയും ചെയ്തേനെ. പക്ഷെ അതിക്രമവും കൊള്ളയും കൊലയുമല്ലാതെ മറ്റൊന്നും ഈ കിതാബുകൾ പാരായണം ചെയ്ത് അതിൽ പറഞ്ഞതനുസരിച്ച് നടക്കുന്ന ദീനികളിൽ നിന്ന് മനുഷ്യരാശിക്ക് ഇന്നു വരെ ലഭിച്ചിട്ടില്ല.
ബൈബിൾ പറയുന്നത് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണെന്നാണ്. അത് ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതാണ്. അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ്. അത് മനുഷ്യനിൽ നിന്ന് ഭോഷ്കിൻ്റെ വഴി അകറ്റിക്കളയുന്നതാണ്. അത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആശ്വാസവും സമാധാനവും നൽകുന്നതാണ്. അത് മനുഷ്യൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നതാണ്. അതാണ് സത്യദൈവത്തിൻ്റെ വചനമായ ബൈബിളിൻ്റെ പ്രത്യേകത. അശാന്ത ഹൃദയരായ എത്രയെത്രയോ പേർക്ക് ശാന്തിയും സമാധാനവും നൽകിയിട്ടുള്ള പുസ്തകമാണത്. അത് വായിച്ച് മനസ്സിലാക്കി അനുസരിക്കാൻ തയ്യാറാകുന്ന ഒരാളും ആ പുസ്തകം കയ്യിലെടുത്ത് നിരപരാധികളായ മനുഷ്യരുടെ രക്തം ചിന്താൻ ഒരിക്കലും തയ്യാറാവുകയില്ല. 1884 മാർച്ച് 4 ഏറനാട് താലൂക്കിലെ തന്നെ ചെമ്പ്രശ്ശേരി അംശക്കാരനായ മരക്കാർ എന്നൊരാളും വേറെ 4 പേരും ചേർന്ന് താലൂക്ക് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഒരു ഹർജി കൊടുത്തു. വാക്കയിൽ മൊയ്തീൻകുട്ടിയും അതേ അംശക്കാരനായ മറ്റൊരാളും കൂടി വള്ളുവനാട് താലൂക്കിൽപ്പെട്ട അപ്പാതുര പട്ടരെ വധിക്കാനും തുടർന്ന് സ്വയം രക്തസാക്ഷികളാകാനും രഹസ്യാലോചനകൾ നടക്കുന്നതായി ഹർജിയിൽ പറഞ്ഞിരുന്നു. ഹർജിക്കാരിൽ ഒരാളുടെ മകനാണ് ആരോപണ വിധേയനായ മൊയ്തീൻകുട്ടി. അയാളുടെ കൂട്ടുകാരൻ കുട്ടിമമ്മു മേൽപ്പറഞ്ഞ ബ്രാഹ്മണ ജന്മിയുടെ ഒരു കുടിയാനുമായിരുന്നു. 1880 സെപ്റ്റംബർ 9 നടന്നതായി മുന്നേ ഒരു സന്ദർഭത്തിൽ വിവരിച്ച അതിക്രമത്തിലെ ഒരു പ്രധാന കഥാപാത്രമായ അപ്പാതുര പട്ടർ ഒരു ഭൂവുടമ എന്ന നിലയിൽ കൃഷിക്കാരുടെ നോട്ടപ്പുള്ളിയായി മാറിയിട്ട് കാലം കുറച്ചായിരുന്നു. പാട്ടക്കുടിശ്ശിക അടച്ചു തീർക്കുന്നതുവരെ നിലമുഴുതുന്നതിൽ നിന്നും കുട്ടിമമ്മുവിനെ ജന്മി വിലക്കിയിരുന്നു. കുട്ടിമമ്മുവിൻ്റെ കയ്യിൽ മൊയ്തീൻകുട്ടി ഒരു കരു മാത്രമാണെന്നതും സംഭവം കാണിക്കുന്നു. സംഭവം സംബന്ധിച്ച് 5 പേരെ വേറെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഗൂഢാലോചനയുടെ തലച്ചോറായി പ്രവർത്തിച്ച 2 പേരെ നാട് കടത്തി. 5 പേരെ നല്ല നടപ്പിന് ശിക്ഷിച്ചു. ഒരാളെ താക്കീത് നൽകി വിട്ടയച്ചു. ഗൂഢാലോചന വെളിപ്പെടുത്തിയ ആൾക്ക് 200 രൂപ പാരിതോഷികം കിട്ടി. മലബാർ മാനുവൽ പേജ് 367. കണ്ണഞ്ചേരി രാമൻ എന്ന കള്ളുചെത്ത് സമുദായക്കാരനായ ഹിന്ദുവിനെ സംബന്ധിച്ചുള്ളതാണ് അടുത്ത സംഭവം. 1884 ജൂൺ 18 അതിരാവിലെ കണ്ണഞ്ചേരി രാമൻ തൻ്റെ പുരയിടത്തിൽ നിന്നിറങ്ങി പുഴക്കരയിലെ ഊടുവഴി പിടിച്ച് പ്രവൃത്തി സ്ഥലമായ മലപ്പുറം ബാരക്കിലേക്ക് പോവുകയായിരുന്നു. മുമ്പ് ഇസ്ലാം മതം സ്വീകരിക്കുകയും വീണ്ടും ഹിന്ദുമതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്ത ആളായിരുന്നു രാമൻ. കൊടുവാളും വടികളും കൊണ്ട് 2 മാപ്പിളമാർ വഴിമധ്യേ രാമനെ പൈശാചികമായി ആക്രമിച്ചു. ബാരക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന രാമൻ തന്നെ കൊല്ലാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ കുഞ്ഞി മുഹമ്മദ് മുല്ലാക്കയും ഉണ്ടായതായി വെളിപ്പെടുത്തി. മതഭ്രാന്തന്മാരുടെ വിക്രിയകളാണിതെന്ന് പറയേണ്ടതില്ല. സ്വയം രക്തസാക്ഷികളാവാനുള്ള ധൈര്യം കാണിച്ചില്ലെന്ന് മാത്രം. അക്രമികളെ പിടികൂടി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഈ കേസുമായി ബന്ധപ്പെടുത്തി പിന്നീട് 3 പേരെ കൂടി നാട് കടത്തുകയും വേറെ 5 പേരെ താക്കീത് നൽകി വിട്ടയക്കുകയും ചെയ്തു. കുറ്റവാളികളുടെ കീഴ്മുറി അംശത്തിനുമേൽ ആക്ടിംഗ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് മിസ്റ്റർ ഗാൾട്ടൺ 15,000 രൂപയുടെ കൂട്ടപ്പിഴ ചുമത്തി. ഈ തുകയിൽ നിന്ന് 1000 രൂപ രാമന് നഷ്ടപരിഹാരമായി കൊടുക്കാനും ഉത്തരവിട്ടു. കീഴ്മുറി അംശത്തിലെ മാപ്പിളമാരുടെ ദാരിദ്ര്യനില പരിഗണിച്ച് കൂട്ടപ്പിഴ പിന്നീട് 5,000 രൂപയായി കുറച്ചു. ഏതായാലും ഹിന്ദുമതത്തിലേക്ക് മടങ്ങിയ രാമന് 1000 രൂപ കൊടുക്കണമെന്ന സർക്കാർ ഉത്തരവ് മുസ്ലിങ്ങളെ പൊതുവിൽ അമർഷം കൊള്ളിച്ചതായി അനന്തര സംഭവങ്ങൾ കാണിക്കുന്നു. വിശ്വാസധ്വംസനം നടത്തുന്നവന് ശിക്ഷ മരണമാണെന്ന് അവർ പറഞ്ഞു നടന്നു. മലബാർ മാനുവൽ പേജ് 367. ഇസ്ലാം മതം വിട്ടവനെ കൊല്ലാൻ മൊല്ലാക്ക വരെ ആയുധമെടുത്തിരുന്ന ഒരു ഭൂതകാലം കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം നാം അവഗണിച്ച് കളയരുത്. പ്രമാണത്തിൽ ഇസ്ലാം മതം വിട്ടവനെ കൊല്ലണമെന്ന് എഴുതി വച്ചിട്ടുള്ളത് കൊണ്ട് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അത്തരം മൊല്ലാക്കമാരെ നമുക്ക് വീണ്ടും കേരളത്തിൽ കാണാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ പ്രമാണം തിരുത്തണം. ഇങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ അതിൽ നിന്ന് എടുത്തു മാറ്റണം. അത് പക്ഷേ ഇവർ സമ്മതിക്കില്ല. നമുക്കറിയാം 1922 വരെ പലരും പല കാലയളവിൽ പല ഇടങ്ങളിലിരുന്ന് തിരുത്തിയിട്ടുള്ളതാണ് ഖുർആനെങ്കിലും ഇപ്പോൾ അത് എല്ലാവരുടെയും കയ്യിൽ എത്തിപ്പെട്ട സ്ഥിതിക്ക് ഇനി അതിനെ തിരുത്താനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പോൾ പിന്നെ കേരളീയർ അനുഭവിക്കുകയേ നിർവാഹമുള്ളൂ. 1884 ഡിസംബർ 27 അതിരാവിലെ 4 മണിക്ക് കൊളക്കാടൻ കുട്ടി ഹസനും വേറെ 11 പേരും ചേർന്ന് രാമൻ്റെ സഹോദരൻ കണ്ണഞ്ചേരി ചോയ്ക്കുട്ടി താമസിക്കുന്ന സ്ഥലത്ത് ചെന്നു. ഇത് മലപ്പുറത്ത് നിർത്തിയ യൂറോപ്യൻ ഇൻഫൻട്രി താമസിക്കുന്ന മലപ്പുറം ബാരക്കുകളുടെ വെളിപ്പാടകലെയാണ്. അവിടെ നിന്ന് നോക്കിയാൽ പുഴവക്കത്ത് പുരയിടം കാണാം. വീട്ടിൻ്റെ കാലിത്തൊഴുത്തിനടുത്തു നിന്ന് ശബ്ദം കേട്ട് ചോയ്ക്കുട്ടി വാതിൽ തുറന്ന് പുറത്തേക്ക് എത്തി നോക്കിയപ്പോൾ അക്രമികളുടെ തോക്കുകളിൽ നിന്നുള്ള തീയുണ്ടകളാണ് അയാളെ എതിരേറ്റത്. വെടിയേറ്റ് ചോയ്ക്കുട്ടി നിലം പതിച്ചു. ചോയ്ക്കുട്ടിയുടെ കൊച്ചുമകനും പരിക്ക് പറ്റി. ഓലമേഞ്ഞ പുരയ്ക്ക് തീവച്ച ശേഷം സ്ത്രീകളോടും കുട്ടികളോടും ഓടിക്കൊള്ളാൻ പറഞ്ഞു. ആളിക്കത്തുന്ന പുരയിടത്തിൽ നിന്ന് പിൻവാങ്ങിപ്പോയ അക്രമികൾ ഉയർത്തിയ ജിഹാദ് വിളികൾ ബാരക്കുകളിൽ വ്യക്തമായും കേൾക്കാമായിരുന്നു. ആരും അതത്ര കാര്യമാക്കിയില്ല. ആ സമയത്ത് തോക്കുകളിൽ നിന്ന് വെടിപൊട്ടുന്നത് മലപ്പുറം ബാരക്കുകളുടെ പരിസരങ്ങളിൽ പതിവായിരുന്നു.
ഈ പരാക്രമത്തിന് ശേഷം അക്രമികൾ സംഘം ചേർന്ന് മലപ്പുറം അങ്ങാടിയുടെ ഒത്തുനടുവിലൂടെ പോലീസ് സ്റ്റേഷൻ്റെ 20 വാര മാത്രം സമീപത്തുകൂടെ ഗ്രേറ്റ് വെസ്റ്റേൺ റോഡ് വഴി 8 നാഴിക ദൂരം ജിഹാദ് വിളികളോടെ പട്ടാപ്പകൽ കൊലവിളി നടത്തി യാത്ര ചെയ്തു. എതിരെ വരുന്നവർ റോഡ് വിട്ട് മാറിപ്പോകണമെന്ന് അവർ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ചെയ്യാത്ത ഒരു ബ്രാഹ്മണനെ പിടികൂടി വെടിവെച്ചും വെട്ടിയും പരിക്കേൽപ്പിച്ചു. മലപ്പുറം ഓഫീസർ കമാൻഡിനും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനും തങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സന്ദേശം അയക്കാനും അവർ മറന്നില്ല. റോഡിൻ്റെ 21-ാം മൈൽ 4-ാം ഫർലോങ് കുറ്റിക്ക് വെച്ച് അവർ വടക്കോട്ട് നീങ്ങി വനനിബിഡമായ മലഞ്ചെരിവുകൾ കടന്ന് ബേപ്പൂർ പുഴ പടിഞ്ഞാട്ട് തിരിയുന്നിടത്തെത്തി കുറച്ചു സമയം ഭക്ഷണത്തിനു വേണ്ടി തങ്ങി. അവിടെ നിന്ന് അക്രമികളിൽ 7 പേർ പുഴ കടന്ന് മറുകരയിലെത്തി തൃക്കാളൂർ ഹിന്ദു ക്ഷേത്രത്തിലേക്ക് നടന്നു. ഏറനാട് താലൂക്കിലെ ഉറുങ്ങാട്ടിരി അംശത്തിലുള്ള ഈ ക്ഷേത്രത്തിൽ നിന്ന് 3/4 നാഴികയോളം ഇപ്പുറത്തുള്ള വിശാലമായ പാടശേഖരത്തിൻ്റെ അങ്ങേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ചുറോട്ട് പള്ളിയിൽ അക്രമികൾ അല്പനേരം ജിഹാദ് വിളിക്കും പ്രാർത്ഥനയ്ക്കും കഴിച്ചുകൂട്ടി. പിന്നീട് അവർ 7 പേരും തൃക്കാളൂർ ക്ഷേത്രം തുറന്ന് ക്ഷേത്രം കൈയടക്കി. ബാങ്ക് വിളികൾ മുഴങ്ങി. ക്ഷേത്രഗോപുരത്തിൻ്റെ മേൽത്തട്ടിൽ കയറി 4 വശത്തുള്ള ജനാലകൾ വഴി തുരുതുരെ വെടി തുടങ്ങി. മലബാർ മാനുവൽ പേജ് 367, 368. ഈ സമയത്ത് ജിഹാദികളെ പിടിക്കാൻ പോലീസോ പട്ടാളമോ വന്നിട്ടില്ല എന്നോർക്കണം. പട്ടാളമൊക്കെ വരുന്നത് പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ ആരെയാണ് ഇവർ വെടിവെച്ചത്? അമ്പലത്തിൻ്റെ ചുറ്റുപാടുമായി താമസിക്കുന്ന ഹിന്ദുക്കളുടെ വീടുകളിലേക്കാണ് ഇവർ തുരുതുരാ വെടിവെച്ചത്. അവരുടെയൊക്കെ കയ്യിലിരിക്കുന്ന കിതാബിൻ്റെ ഗുണമാണ് ഈ കാണിച്ചത്. ഇവന്മാർ ഈ ക്ഷേത്രങ്ങളിൽ കയറി ഒളിച്ചിരിക്കുന്നതിൻ്റെ കാരണം വർഗീയതയാണ്. അത് ഞാൻ പുറകെ പറയാം. ക്രിസ്മസ് ഒഴിവുവേളയായിരുന്നുകൊണ്ട് മലപ്പുറത്തെ സ്പെഷ്യൽ അസിസ്റ്റന്റ് മജിസ്ട്രേറ്റും അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടും സ്ഥലത്തുണ്ടായിരുന്നില്ല. സംഭവ ദിവസം ഉച്ചതിരിഞ്ഞ് അതിക്രമങ്ങളെക്കുറിച്ച് കോഴിക്കോട് വിവരം കിട്ടിയപ്പോൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് മലബാർ മാനുവൽ എഴുതിയ വില്ലൻ ലോകം തന്നെയാണ് ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. പോലീസ് സൂപ്രണ്ടും കിട്ടാവുന്ന പോലീസ് സംഘത്തെ സംഭരിച്ച് അപ്പോൾ തന്നെ കൊണ്ടോട്ടിയിലേക്ക് കുതിച്ചു. പാതിരാത്രിക്ക് മുമ്പായി മതഭ്രാന്തന്മാർ തൃക്കോളൂർ ക്ഷേത്രം കൈയടക്കി അവിടെ നിലയുറപ്പിച്ചതായി വിശ്വാസയോഗ്യമായ വിവരം കിട്ടി. സുശക്തമായ പട്ടാള നിരകൾ അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞ് 2 മണിയോടെ തൃക്കാളൂർ ക്ഷേത്രത്തെ വലയം ചെയ്ത് എഫ് ഡേയുടെ നേതൃത്വത്തിലുള്ള ഇൻഫൻട്രി വിഭാഗം ക്ഷേത്രഗോപുരത്തിനടുത്തെത്തിയപ്പോൾ അക്രമികൾ അവരുടെ നേരെ വെടിയുതിർത്തു. ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തെ പ്രവേശന ഗോപുരങ്ങളും പ്രധാന ക്ഷേത്രത്തിൻ്റെ മേൽത്തട്ടുകളും ചെറുത്തുനിൽപ്പിനുള്ള കോട്ടകളാക്കി അക്രമികൾ രൂപാന്തരപ്പെടുത്തി. പുറമേക്ക് വെടിയുതിർക്കാൻ അവർക്ക് അനായാസേന കഴിഞ്ഞു. പുറത്തുനിന്നുള്ള വെടിയുണ്ടകൾ തങ്ങൾക്ക് കൊള്ളുകയില്ലെന്ന് ഉറപ്പുവരുത്താനും അവർക്ക് കഴിഞ്ഞു. ഡൈനാമിറ്റുകൾ വെച്ച് ക്ഷേത്ര ഗോപുരങ്ങളും അടച്ചിട്ട കനത്ത ക്ഷേത്ര കവാടങ്ങളും തകർത്തുകൊണ്ടാണ് പട്ടാളത്തിനകത്ത് കടക്കാനും അക്രമികളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ കയറി അടിക്കാനും സാധിച്ചത്. തലേന്ന് രാത്രി മദിരാശിയിൽ നിന്ന് എത്തിച്ചേർന്ന ക്യാപ്റ്റൻ കുർട്ടിസാണ് ഡൈനാമിറ്റുകൾക്കുള്ള വെടിമരുന്ന് കൊണ്ടുവന്നത്. ഈ സ്ഫോടക വസ്തുക്കൾ, അതായത് ഈ ഡൈനാമിറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നോ കൈകാര്യം ചെയ്യണമെന്നോ സ്ഥലത്തുള്ളവർക്ക് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. പരീക്ഷണങ്ങൾ പലതും ധൃതി പിടിച്ച് നടന്നു. ഉണ്ടകളാക്കി കെട്ടി അവയുടെ പുറത്ത് കളിമണ്ണ് പുരട്ടി ഒരു മാലപ്പടക്കമാക്കി ഗോപുര കവാടങ്ങളിൽ വെച്ച് തിരികൊളുത്തി എന്ത് സംഭവിക്കുമെന്നറിയാൻ ഉപരോധക സംഘം ശ്വാസമടക്കി പിടിച്ച് കാത്തുനിന്നു. വമ്പിച്ച പൊട്ടിത്തെറിയുടെ ഭയങ്കര ശബ്ദവും പുകപടലവുമാണ് അടുത്ത നിമിഷം അനുഭവപ്പെട്ടത്. കവാടങ്ങൾ തകർന്നു. പട്ടാളങ്ങൾ തള്ളിക്കയറി. ക്ഷേത്രത്തിന്റെ മട്ടുപ്പാവിൽ ഭദ്രമായി കമിഴ്ന്നു കിടന്ന് പുറത്തേക്ക് വെടിയുതിർത്ത 12 അക്രമികളിൽ 3 പേർക്ക് പട്ടാളം കയറിയപ്പോഴും ശ്വാസമുണ്ടായിരുന്നു. 3 അധികം താമസിയാതെ മറ്റ് ജഡങ്ങളുടെ മേൽ മലച്ചു വീണു. യുദ്ധത്തിലായാലും പ്രാദേശികമായ അസ്വസ്ഥതകൾ നേരിടാനായാലും ഇന്ത്യയിൽ ആദ്യമായി ഡൈനാമിറ്റ് ഉപയോഗിച്ച സംഭവം ഇതാണെന്ന് പറയാം. ഉപരോധ സംഘത്തിൻ്റെ ഭാഗത്ത് ഒരു യൂറോപ്യൻ പ്രൈവറ്റ്, അതായത് സാധാരണ ഭടൻ കൊല്ലപ്പെടുകയും ഒരു ഓഫീസർക്ക് പരിക്കേൽക്കുകയും ചെയ്തതൊഴിച്ചാൽ ഏകദേശം 24 മണിക്കൂർ നീണ്ടുനിന്ന തൃക്കാളൂർ സംഘട്ടനത്തിൽ പറയത്തക്ക നാശനഷ്ടമൊന്നും ഉണ്ടായില്ലെന്നത് അവിശ്വസനീയമായി തോന്നുന്നു. തൃക്കാളൂർ കലാപം അടിച്ചമർത്തപ്പെട്ടതിന് ശേഷവും അങ്ങിങ്ങായി ചില ചില്ലറ സംഭവങ്ങൾ നടന്നു. മതഭ്രാന്തും അത് മാപ്പിളമാരായ ബഹുജനങ്ങളിൽ ഉണ്ടാക്കുന്ന വികാര വിക്ഷോഭങ്ങളും എളുപ്പം കെട്ടടങ്ങുന്നതല്ലെന്ന് മാത്രമേ ഇത് കാണിക്കുന്നുള്ളൂ. മലബാർ മാനുവൽ പേജ് 368. ഇന്ത്യയിൽ ആദ്യമായി ഡൈനാമിറ്റ് ഉപയോഗിച്ചത് നമ്മുടെ കേരളത്തിലാണ്. അതിൻ്റെ ക്രെഡിറ്റ് മലബാർ ജിഹാദികൾക്കാണ്. അവർ കാരണമാണല്ലോ അതങ്ങനെ ഉപയോഗിക്കാനിടയായത്. മലബാറിൽ ഓരോ ജിഹാദി ആക്രമണം കഴിഞ്ഞാലും ജിഹാദികൾ പോയി ഒളിച്ചിരിക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വീടുകളിലോ ആണ്. അത് വർഗീയതയിൽ കുതിർന്ന ഒരു തന്ത്രമാണ്. ഈ ജിഹാദികളെ പിടിക്കാൻ വരുന്ന പട്ടാളക്കാർ ഇവരെ വെടിവെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് അല്ലെങ്കിൽ ആ ഹിന്ദുക്കളുടെ വീടുകൾക്ക് കേടുപാടുകൾ പറ്റും. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മൾ വെടിവെക്കുക മാത്രമല്ല ഡൈനാമിറ്റ് വെച്ച് തകർത്തു. ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗം തന്നെ അങ്ങ് തകർത്ത് കളഞ്ഞു.
അതുമാത്രമല്ല, ഈ ക്ഷേത്രത്തിനകത്ത് വെച്ച് ഈ ജിഹാദികൾ വെടികൊണ്ട് വീണ് മരിച്ചാൽ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് മനുഷ്യരക്തം വീണതുകൊണ്ട് ക്ഷേത്രം അശുദ്ധമായി തീരും. പിന്നെ ശുദ്ധീകരണ കലശമൊക്കെ നടത്തിയിട്ട് വേണം ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങളൊക്കെ ആരംഭിക്കാൻ. അത്രയും നാൾ ക്ഷേത്രം അടഞ്ഞു കിടക്കും. ഇത് മാത്രമല്ല, ശുദ്ധീകരണ കലശത്തിന് വേണ്ടിയുള്ള പണവും മറ്റും ഹിന്ദുക്കൾ ചെലവാക്കുകയും വേണം. മനസ്സിലായോ? വെടികൊണ്ട് ചാകാൻ പോകുന്ന സമയത്ത് പോലും അമുസ്ലിങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് എങ്ങനെയൊക്കെ പണി കൊടുക്കാമെന്നായിരുന്നു മലബാറിലെ മുസ്ലിങ്ങൾ ചിന്തിച്ചിരുന്നത്. ഇങ്ങനെയുള്ള മുസ്ലിങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കളുമായും ക്രിസ്ത്യാനികളുമായും നൂറ്റാണ്ടുകളായി സൗഹാർദ്ദത്തിലാണ് കഴിഞ്ഞിരുന്നത്. ഞങ്ങളെപ്പോലെയുള്ള വർഗീയവാദികൾ വന്ന് ഖുർആനിലെ ഹദീസുകളിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതോടുകൂടെയാണ് ആ സൗഹാർദ്ദത്തിന് വിള്ളൽ വീണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ലിബറൽ ക്രിസ്ത്യാനികളുടെയും മതേതര ഹിന്ദുക്കളുടെയും തലയ്ക്കൊക്കെ നെല്ലിക്കാത്തളം വെക്കേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചരിത്രബോധമില്ലാത്തവരോട് മതേതര മണ്ടന്മാരെ നിങ്ങൾ ഇത്തരം ഡയലോഗ് അടിച്ച് പറ്റിച്ചോ, പക്ഷെ ഞങ്ങളെപ്പോലെയുള്ളവരുടെ നേരെ ആ ഡയലോഗും കൊണ്ട് വരണ്ട. മനസ്സിലായോ? അത് വിലപ്പോവുകയില്ല. ഏതായാലും നമുക്ക് മലബാർ മാനുവലിലേക്ക് തിരിച്ചു പോകാം. മതാവേശം കാട്ടി കൊല്ലും കൊലയും നടത്തി രക്തസാക്ഷിത്വം വരിക്കുന്ന ഭ്രാന്തന്മാരെ തികച്ചും നിരായുധീകരിക്കണമെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ 3 താലൂക്കുകളെ, അതായത് കോഴിക്കോട്, ഏറനാട്, വള്ളുവനാട്, ഈ 3 താലൂക്കുകളെ നിരായുധീകരിക്കേണ്ടത് അനുപേക്ഷണീയമാണെന്ന് തൃക്കാളൂർ സംഭവം ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തി. ഇങ്ങനെ ഒരു നടപടിക്ക് ഇറങ്ങുന്നത് മാപ്പിള സമുദായത്തിൻ്റെ ഈ ഘട്ടത്തിലുള്ള പ്രക്ഷുബ്ധമായ മാനസികാവസ്ഥയിൽ അപകടം പിടിച്ചതാണെങ്കിലും ആയുധങ്ങൾ കണ്ടുകെട്ടാൻ ഒച്ചപ്പാടില്ലാതെ ഏർപ്പാടുകൾ ചെയ്തു. 1885 ഫെബ്രുവരിയിൽ ജില്ലാ ഓഫീസർക്ക് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാനും കഴിഞ്ഞു. അക്രമബാധിതമായ താലൂക്കുകളിലെ ജനങ്ങൾക്കിടയിൽ ഇതിന് ആശിച്ചതിലധികം ഫലം ലഭിക്കുകയുണ്ടായി. 5 നിരായുധീകരണ പാർട്ടികൾ ഓരോന്നും ഒരു മജിസ്ട്രേറ്റിൻ്റെ ചുമതലയിൽ സംഘടിപ്പിച്ചു. മജിസ്ട്രേറ്റിനെ സഹായിക്കാൻ ഓരോ പാർട്ടിയുമായി ബന്ധപ്പെടുത്തി ഓരോ പോലീസ് ഓഫീസർമാരെയും നിയമിച്ചു. ഒരു ഹവീൽദാറുടെ കീഴിലുള്ള ശിപ്പായികളും അതത് ജില്ലയിലെ റിസർവ് പോലീസിലെ ഹെഡ് കോൺസ്റ്റബിൾമാരും ഉൾപ്പെട്ടതായിരുന്നു ആയുധങ്ങൾ തിരയുന്നതിനും കണ്ടെടുക്കുന്നതിനുമുള്ള സംഘം. 12ാം റെജിമെൻറ്റിലെ പട്ടാളക്കാരെ റെയിൽവേ വഴി കൊണ്ടുവന്ന് അടിയന്തര സ്ഥിതിഗതികൾ നേരിടുവാൻ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും നിർത്തി. ഓക്സ്ഫോർഡ് ഷെയർലെറ്റ് ഇൻഫൻട്രിയിൽ നിന്നുള്ള യൂറോപ്യൻ പട്ടാളം മലപ്പുറത്തും കോഴിക്കോട്ടും നിലയുറപ്പിച്ചു. ഏത് ഭാഗത്തേക്ക് എപ്പോൾ വിളിച്ചാലും ഉടൻ നീങ്ങാനുള്ള തയ്യാറെടുപ്പോടെ. സംഘടിതവും വ്യാപകവുമായ ഈ തെരച്ചിലിൻ്റെ ഫലമായി ശേഖരിക്കാൻ കഴിഞ്ഞ എല്ലാ തരത്തിലും പെട്ട മാരകായുധങ്ങളുടെ എണ്ണം മൊത്തം 17,295 വരും. ഇതിൽ 7,503 വിവിധ ഇനം തോക്കുകളായിരുന്നു. ആയുധ തിരച്ചിലുകൾക്കും പിടിച്ചെടുക്കലുകൾക്കും വിധേയമായ താലൂക്കുകളിൽ ജനങ്ങളുടെ മനോഭാവത്തിൽ പ്രകടമായ മാറ്റം കാണാൻ കഴിഞ്ഞു. അതേസമയം അയൽ താലൂക്കായ പൊന്നാനിയിൽ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. അവിടെ മാപ്പിളമാർ സംഘടിതമായ അതിക്രമങ്ങൾക്ക് മുതിർന്നു. മലബാർ മാനുവൽ പേജ് 368, 369. കോഴിക്കോട് ജില്ലയിലെ 3 താലൂക്കുകളിൽ നടത്തിയ റെയ്ഡിൽ നിന്നും പിടിച്ചെടുത്ത തോക്കുകൾ മാത്രം 7,500-ലധികമായിരുന്നു. അന്ന് മാത്രമല്ല, ഇന്നും ഒരു റെയ്ഡ് നടത്തുകയാണെങ്കിൽ ഇതിനേക്കാൾ മാരകമായ തോക്കുകൾ, ഇതിനേക്കാൾ കൂടുതൽ പിടിച്ചെടുക്കാൻ പോലീസിന് കഴിയും. തോക്കും മറ്റ് സ്ഫോടക വസ്തുക്കളും അടങ്ങിയ ബോട്ടുകൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അറബിക്കടലിൽ നിന്ന് പിടിച്ചെടുക്കുന്ന വാർത്ത ഇടയ്ക്കൊക്കെ വരാറുള്ളത് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ കണ്ണിൽപ്പെടാതെ കേരള തീരത്ത് വന്നടുത്തിട്ടുള്ള ബോട്ടുകൾ എത്രയാണെന്ന് നമുക്ക് ഒരു ഊഹവും ഇല്ല. പൊട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ പൊട്ടുമെന്നും നമുക്കറിയില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശിക്കാൻ മാത്രമേ നമുക്കിപ്പോൾ കഴിയൂ. പക്ഷേ കേരളം ഇരിക്കുന്ന അത്ര സുരക്ഷിതമായ സ്ഥാനത്തൊന്നുമല്ല. എപ്പോൾ വേണമെങ്കിലും പൊട്ടാൻ കഴിയുന്ന, അല്ലെങ്കിൽ പൊട്ടാൻ റെഡിയായിട്ടിരിക്കുന്ന ബോംബിൻ്റെ മുകളിലാണ് കേരളം ഇന്ന് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത് മാത്രം നിങ്ങൾ മറക്കരുത്. 1885 മെയ് 1 ടി വി വീരാൻകുട്ടിയും വേറെ 11 പേരും ഉൾപ്പെട്ട സംഘം കുട്ടിക്കാര്യൻ എന്ന ചെറുമൻ്റെ പുരയിടം കയ്യേറി. കാര്യനെയും അയാളുടെ ഭാര്യയെയും അവരുടെ 4 കുട്ടികളെയും കൊല ചെയ്ത ശേഷം പുരയിടവും അടുത്തുള്ള ഒരു ക്ഷേത്രവും അഗ്നിക്കിരയാക്കുകയും ചെയ്തു. പല വർഷങ്ങൾക്ക് മുമ്പ് കാര്യൻ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു. അയാൾ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് 14 വർഷങ്ങളായി. ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന് കാര്യനെ തദ്ദേശത്തെ മുസ്ലിങ്ങൾ പലപ്പോഴും ഭർഷിക്കാറുണ്ടായിരുന്നു. അതിന് ചുട്ട മറുപടി നൽകാൻ കാര്യനും മടിച്ചിരുന്നില്ല. കാര്യനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയ ശേഷം അക്രമി സംഘം, അവരുടെ അധീനതയിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു നിറത്തോക്ക് മാത്രമായിരുന്നു. ഈ അക്രമി സംഘം കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. ഒരുപക്ഷെ സ്റ്റേഷനിലെ ആയുധങ്ങൾ കൈക്കലാക്കുക എന്നതാവണം അവരുടെ ലക്ഷ്യം. പോലീസ് സ്റ്റേഷന് ശക്തമായി കാവലുള്ളതായി കണ്ട് അക്രമികൾ വടക്കോട്ട് തിരിഞ്ഞ്
മലപ്പുറത്തിനടുത്ത ഊരോട്ട് മലയുടെ ഭാഗത്തേക്ക് പോയി. മലയുടെ നെറുകയിലായി ഒരു ഹിന്ദു ക്ഷേത്രമുണ്ട്. അത് കയ്യേറി അവിടെ നിലയുറപ്പിക്കുകയായിരുന്നു അവരുടെ ഉന്നം. എന്നാൽ മലയുടെ മുകളിൽ വെള്ളം കിട്ടാതെ പടിഞ്ഞാറ് വശത്തൂടെ അവർക്ക് കീഴോട്ടിറങ്ങേണ്ടി വന്നു. എങ്കിലും ഇറങ്ങി വന്ന പ്രദേശങ്ങളിലെ ആളുകൾ ആയിട മാത്രം ആയുധങ്ങൾ അടിയറവച്ചവരെന്ന നിലയ്ക്ക് നവാഗതരോട് യാതൊരു മമതയും കാണിക്കാതിരുന്നതിനാൽ മെയ് 2 രാത്രി അവർക്ക് സ്വന്തം ഗ്രാമത്തിലേക്ക് പിൻവാങ്ങേണ്ടി വന്നു. 3 അതിരാവിലെ അവർ പൊന്നാനി താലൂക്കിലെ പൊന്മുണ്ടം അംശക്കാരനും ധനാഢ്യനുമായ ഒരു നമ്പൂതിരി ജന്മിയുടെ വീട് കൈയടക്കി. അന്നേ ദിവസം സായാഹ്നത്തിൽ അവിടെ വച്ച് മലപ്പുറത്ത് നിന്നുള്ള ഒരു യൂറോപ്യൻ പട്ടാള വിഭാഗം അക്രമികളെ നേരിട്ടു. വീട്ടിൻ്റെ 3-ാം നിലയിലെ ജനാല പഴുതുകളിലൂടെ അക്രമികൾ പട്ടാളത്തിന് നേർക്ക് വെടിവെക്കുകയും 3 പട്ടാളക്കാരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പട്ടാളം ജനാലകൾക്ക് നേരെ തിരിച്ച് വെടിയുതിർത്തത് ഇങ്ങോട്ട് വീണ്ടും വെടിവെക്കുന്നതിനെ തടയാനായിരുന്നു. പിന്നീട് മനസ്സിലായി ആദ്യം പട്ടാളം ഒഴിച്ച നിറകൾ കൊണ്ട് തന്നെ അക്രമികൾ 12 പേരും മരിച്ചു വീണുവെന്ന്. 1880 സെപ്റ്റംബർ 9 അതിക്രമങ്ങളോടനുബന്ധിച്ച് പരാമർശിക്കപ്പെട്ട കൃഷ്ണ പിഷാരടിയുടെ വീട്ടിൽ ഉണ്ണി മുഹമ്മദ് എന്നുപേരായ ഒരു മാപ്പിള നെല്ല് വാങ്ങാനെന്ന പേരിൽ 1885 ആഗസ്റ്റ് 11 കാലത്ത് ചെന്ന് കയറി. പിഷാരടി ആ സമയത്ത് കുളിക്കാൻ എണ്ണ തേച്ച് നിൽപ്പായിരുന്നു. വേലക്കാരുടെ കണ്ണ് വെട്ടിച്ച് അകത്ത് കയറിയ മാപ്പിള കയ്യിൽ ഒളിച്ചു കരുതിയിരുന്ന കൊടുവാൾ പുറത്തെടുത്ത് പിഷാരടിയുടെ തലയ്ക്ക് ആഞ്ഞുവെട്ടി. പിഷാരടി തൽക്ഷണം മരിച്ചു വീണു. അക്രമിയെ ഉടൻ വേലക്കാർ പിടിച്ചുകെട്ടി. തുടർന്ന് നടന്ന വിചാരണയിൽ ഉണ്ണി മുഹമ്മദിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. രക്തസാക്ഷിത്വം വരിക്കുകയാണ് തൻ്റെ സാഹസകൃത്യങ്ങളുടെ ഉന്നമെന്ന് വിചാരണ വേളയിൽ പലതവണ അയാൾ പറഞ്ഞിരുന്നു. എങ്കിലും ശത്രുവിനോട് ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വരിക്കാൻ സൗകര്യം ലഭിച്ചില്ല. സത്യം മറ്റൊന്നായിരുന്നു. വധിക്കപ്പെട്ട പിഷാരടി അയർലൻഡുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂമി വിഴുങ്ങിയായിരുന്നു. തങ്ങളുടെ ഭൂമി പിഷാരടി വിഴുങ്ങുമെന്ന് മനസ്സിലാക്കിയ കൃഷിക്കാരായ മാപ്പിളമാർ ഉണ്ണി മുഹമ്മദിനെ ഒരു ഉപകരണമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. മലബാർ മാനുവൽ പേജ് 369. ഈ കൊലപാതകം നടത്തിയത് 1885 വില്യം ലോഗൻ മലബാർ മാനുവൽ പ്രസിദ്ധീകരിക്കുന്നത് 1887 അതുകൊണ്ട് തന്നെ ഹാലിളക്കം ബാധിച്ച മുസ്ലിങ്ങൾ 1885 വരെ നടത്തിയിട്ടുള്ള ജിഹാദുകളും കൊലപാതകങ്ങളും മാത്രമേ ഈ മാനുവലിൽ ചേർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. മതഭ്രാന്ത് മൂത്ത് മലബാർ മുസ്ലിങ്ങളുടെ മാനംകെട്ട ജിഹാദ് 1885 ശേഷവും തുടർന്നിരുന്നു. 1922 വരെ, കൃത്യമായി പറഞ്ഞാൽ 1922 ജനുവരി മാസം 20-ാം തീയതി രാവിലെ മലപ്പുറത്ത് നിന്ന് മഞ്ചേരിക്ക് വരുന്ന നിരത്തിൽ 1-ാം മൈലിനടുത്ത് കോട്ടക്കുന്നിൻ്റെ വടക്കേ ചെരുവിൽ വെച്ച് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വെടിവെച്ച് കൊല്ലുന്നത് വരെ തെക്കേ മലബാറിലെ മാപ്പിളമാർ മതഭ്രാന്ത് മൂത്ത് ജിഹാദ് സ്വപ്നം കണ്ട് നടക്കുന്നവരായിരുന്നു. 1885 ശേഷമുള്ള മലബാർ മാപ്പിളമാരുടെ ജിഹാദിൻ്റെ ചരിത്രം ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പരമ്പര ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഷമീർ മുഹമ്മദിനെ പോലെയുള്ളവർ ഇസ്ലാമിക പ്രമാണങ്ങളെയും മുസ്ലിങ്ങളെയും വെള്ളപൂശാൻ വേണ്ടി ഫേസ്ബുക്ക് വന്ന ശേഷമാണ് അമുസ്ലിങ്ങളെ കൊല്ലുന്ന ആയത്തൊക്കെ ഖുറാനിൽ ഉണ്ടെന്നുള്ള കാര്യം ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിംസും അറിഞ്ഞത് തന്നെ. ഞാൻ 8 വർഷം മദ്രസയിൽ പഠിച്ചിട്ട് അറിയാത്ത വിഷയമാണ്. സമസ്ത ദക്ഷിണ സിലബസിൽ അതൊന്നും പഠിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരു മുസ്ലിമും ആരെയെങ്കിലും മറിഞ്ഞിരുന്ന് കൊല്ലാൻ ആഹ്വാനവും ചെയ്യുന്നില്ല എന്ന് തട്ടിവിട്ടിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. അമുസ്ലിങ്ങളെ കണ്ടിടത്ത് വെച്ച് കൊല്ലാൻ മുസ്ലിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഖുർആൻ ആയത്തുകളെക്കുറിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക്, പ്രത്യേകിച്ച് മലബാറിലെ മാപ്പിളമാർക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു എന്ന് മാത്രമല്ല, അവരതൊക്കെ വള്ളിപുള്ളി തെറ്റാതെ അനുസരിച്ച് ഇവിടെയുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിൻ്റെ മുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നത് പോലെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുള്ള സംഗതിയാണ്. അതറിയാൻ ചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കണം. അതല്ലെങ്കിൽ ചരിത്രമറിയാവുന്നവരുടെ പ്രസംഗങ്ങൾ കേട്ടു നോക്കണം. അതൊന്നും ചെയ്യാതെ കണ്ണടച്ച് വെറുതെ കുത്തിയിരുന്നാൽ മെമ്മറി കാർഡിനകത്തേക്ക് ഡാറ്റ കോപ്പി ചെയ്ത് കയറ്റുന്നത് പോലെ ചരിത്ര പുസ്തകങ്ങളിലുള്ള ചരിത്ര വസ്തുതകൾ ഒരാൾക്കും നിങ്ങളുടെ തലച്ചോറിനകത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായ? ഞങ്ങൾ സംസാരിക്കുന്നത് ഡാറ്റ വെച്ചിട്ടാണ്. ഞങ്ങളെ എതിർക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിനേക്കാൾ ആധികാരികവും വിശ്വസനീയവുമായ ഡാറ്റ വെച്ച് നിങ്ങൾ ഞങ്ങളുടെ വാദങ്ങളെ ഖണ്ഡിക്കണം. അത് ചെയ്യാനുള്ള കെൽപ്പില്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ നോക്കണം. അതാണ് മാന്യത എന്ന് പറയുന്നത്. പിടികിട്ടിയ? അതിനു പകരം ക്രിസ്ത്യാനികൾ വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്, സംഘപരിവാറിൻ്റെ അജണ്ടയിൽ ക്രിസ്ത്യൻ ചെറുപ്പക്കാർ ചെന്ന് തലവെച്ചു കൊടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ്
ഞങ്ങളെ വർഗീയവാദി ചാപ്പ കുത്തിയത് കൊണ്ട്, അങ്ങനെ ചാപ്പയടിച്ച് ഞങ്ങളെ നിശബ്ദരാക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ വെറും വ്യാമോഹം മാത്രമാണ്. ഞങ്ങൾ ഇനിയും സംസാരിക്കും. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ സംസാരിക്കാൻ ആവശ്യമായ ഡാറ്റ ഞങ്ങളുടെ കൈവശമുണ്ട്. ഇത്രയും നാൾ ഞങ്ങളെ നിശബ്ദരാക്കി നിർത്താൻ നോക്കിയതല്ലേ? ഇനി ഞങ്ങൾ സംസാരിക്കട്ടെ. ഞങ്ങളുടെ ചെറുപ്പക്കാർ സംസാരിക്കട്ടെ. അവരുടെ വായ് മൂടിക്കെട്ടാനൊന്നും നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. അവരിനിയും ഉറക്കെ ഉറക്കെ സംസാരിക്കും. നിങ്ങളൊക്കെ അത് കേൾക്കുകയും ചെയ്യും, ഞങ്ങളത് കാണുകയും ചെയ്യും. നാളെ കേരളം ഇസ്ലാമിക മതഭ്രാന്തന്മാരുടെ പിടിയിലമരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ കാലത്ത് ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ ഈ മതഭ്രാന്തിനെതിരെ പോരാടിയിട്ടുണ്ട് എന്ന് ഒരു മനസമാധാനത്തോടുകൂടെ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റും. ഞങ്ങളെ സംബന്ധിച്ച് അതുപോലും സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതുവരെ നമ്മളെല്ലാവരെയും ഈ കൊറോണ കാലത്ത് കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.